ജാതി സെൻസസ് ആവശ്യമാണോ? ഇന്ന് ഇന്ത്യയിലെ വളരെ സജീവമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ജാതി സെൻസസുമായി ബന്ധപ്പെട്ടത്. ജാതി സെൻസസ് നടത്തിയാൽ ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് വലതുപക്ഷ വിഭാഗങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ എന്താണ് ഇതിന്റെ അർത്ഥവും അർത്ഥാന്തരവും എന്ന് പരിശോധിക്കുകയാണ് ഈ സംവാദം ഇവിടെ ചെയ്യുന്നത്. ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത് ശ്രീ ഡോക്ടർ അജയ് ശേഖർ. നമുക്ക് ആദ്യം തുടങ്ങുന്നത് നമ്മുടെ കുഞ്ഞാമൻ സാറിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഡോക്ടർ കുഞ്ഞാമനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡോക്ടർ കുഞ്ഞാമൻ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ഇടയിൽ തന്നെ അദ്ദേഹം സ്വയം ബലി അർപ്പിക്കുക ഉണ്ടായി. അദ്ദേഹത്തിന്റെ എതിര് എന്ന് പറയുന്ന ആത്മകഥയിൽ വളരെ കൃത്യമായി അദ്ദേഹം ചില കാര്യങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോയത്, അല്ലെ തന്റെ കഴിവിനോ തന്റെ ശേഷിക്കോ അനുസരിച്ചുള്ള യാതൊരു സ്ഥാനമാനങ്ങളിലേക്ക് താൻ എത്തപ്പെടാതെ പോയത് എന്തുകൊണ്ട് എന്ന് അദ്ദേഹം ആ കൃതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. രോഹിത് വെമുലയെ പോലെ തന്നെ അദ്ദേഹം പറയുന്നത് എന്റെ ജന്മമാണ് എന്റെ ശാപമായി മാറിയത് എന്നാണ്. അങ്ങനെ ജന്മശാപമായി മാറിയ ഇന്ത്യൻ ജനതയില് ഏതാണ്ട് 80% വരുന്ന ജനതയെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ജാതി സെൻസസ് എന്നാണ് നാം കാണുന്നത്. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം, ബീഹാറിലാണ് ഒരു ജാതി സെൻസസ് നടന്നിട്ടുള്ളത്. ബീഹാറിലെ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഒരുപക്ഷെ നിങ്ങളുടെ പലരുടെയും ശ്രദ്ധയിൽ ഉണ്ടായിരിക്കാം. എന്തായാലും അതിലൊരു ചെറിയ കാര്യം മാത്രം ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഈ ബീഹാറിൽ നടത്തിയ ജാതി വിശകലനത്തില് വളരെ രസകരമായ ഒരു വിഷയം വന്നത് 6000 രൂപയിൽ താഴെ പ്രതിമാസ വരുമാനമുള്ള ജനങ്ങൾ പൊതുവിഭാഗത്തിൽ 25% എങ്കിൽ തീവ്ര ദരിദ്ര പിന്നാക്ക വിഭാഗങ്ങളിൽ 33%, OBC-യില് 33%, അതുപോലെ തന്നെ SC 42%, ST-യില് 42%മാണ് 6000 രൂപയിൽ താഴെ വരുമാനമുള്ളവരെങ്കിൽ 6000 രൂപയ്ക്ക് മേൽ 50,000-ലേറെ രൂപ വരുമാനമുള്ളതില് പട്ടികവർഗക്കാർ ആരുമില്ല. പട്ടികജാതിക്കാർ 1.72 പിന്നോക്കർ ആരുമില്ല. മുന്നോക്കർ 9.86. അപ്പൊ ഇങ്ങനെ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത് ഇന്ത്യയിലെ കഴിഞ്ഞ 70 വർഷത്തിലേറെ 3/4 നൂറ്റാണ്ടായി സംവരണം നടപ്പിലായിട്ട് എങ്ങനെയാണ് ഒരു ജനത എന്താണ് നേടിയതെന്ന് വളരെ വ്യക്തമാക്കപ്പെടുന്നത് അതിന്റെ കണക്കെടുപ്പുകളിലൂടെയാണ്. ആ കണക്കെടുപ്പുകളെ സംബന്ധിച്ചാണ് ഇന്ന് തർക്കവിഷയം ഉണ്ടായിരിക്കുന്നത്. 1931 ശേഷം ഇന്ത്യയിൽ ജാതി തിരിച്ചൊരു സെൻസസ് നടപ്പിലായിട്ടില്ല. 2021 ഒരു സെൻസസ് നടക്കേണ്ടതായിരുന്നു. ആ സെൻസസ് നടത്തിയിട്ടില്ല. 2024 എത്തുമ്പോൾ ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രം മിണ്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഒരു ജനവിഭാഗത്തിന്റെ അവകാശങ്ങൾ, ഭരണഘടനാപരമായ അവകാശം, സംവരണം സാക്ഷാത്പ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് നടപടിയാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് എന്നാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ചോദ്യം. അവിടെ കണക്കെടുപ്പിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ഡോക്ടർ അജയ് ശേഖർ സാർ പറയും. എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. ഇത്തരത്തിലൊരു കാലിക പ്രസക്തമായ ഏറ്റവും വർത്തമാന പ്രസക്തിയുള്ള ഒരു വിഷയം, രാഷ്ട്രീയ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള കേരള യുക്തിവാദി സംഘത്തെയും അതുപോലെ തന്നെ അതിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് രാജഗോപാൽ വാകത്താനത്തെയും ഞാനിവിടെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചർച്ചയിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും, വൈക്കത്തെ സുഹൃത്തുക്കളും സഹോദരങ്ങളും എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിലൂടെയാണ്. യാഥാർത്ഥ്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് സ്ഥിതി വിവര കണക്കുകൾ എടുക്കുന്നതിലൂടെയാണ്. അപ്പോൾ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സംസ്കാരമല്ല. ലോക നാഗരികതയുടെ തന്നെ തുടക്കം മുതൽ അത് ഉണ്ട്. ലോകത്ത് തന്നെ നമുക്കറിയാം, ആദ്യത്തെ ഒരു പ്രമുഖമായ ഏഷ്യയിലെയും ഇന്ത്യയിലെയും ഒക്കെ ഒരു വിപുലമായ ഒരു നാഗരികത ഉയർന്നു വന്നത് മൗര്യ സാമ്രാജ്യത്തിലാണ്. മൗര്യ സാമ്രാജ്യത്തിന്റെ കാലത്താണ് യഥാർത്ഥത്തിൽ ഈ സ്ഥിതിവിവര കണക്കെടുക്കുന്ന, പ്രത്യേകിച്ചും ജനസംഖ്യ, അതിലെ സാമൂഹ്യ വിഭാഗങ്ങൾ,
അതിൽ ഓരോ സാമൂഹ്യ വിഭാഗങ്ങളുടെയും സംഖ്യ എത്ര, അവരേതൊക്കെ തൊഴിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ മേഖലകളിൽ വ്യാപരിക്കുന്നു, അവരുടെ വിഭവങ്ങൾ എന്തൊക്കെ, ഇങ്ങനെ സ്ഥിതി വിവരക്കണക്കുകൾ ഗ്രാമങ്ങളും നഗരങ്ങളും തിരിച്ച് ഗ്രാമിക എന്നും നാഗരിക എന്നും പറയുന്ന അതിന്റെ പ്രത്യേക ഉദ്യോഗസ്ഥരെ തന്നെ നിയമിച്ചുകൊണ്ടാണ് അശോകൻ, മഹാനായ മൗര്യ ചക്രവർത്തി അശോകൻ തന്റെ കാലത്ത്, അതായത് 2300 വർഷം മുമ്പ് ഈ സ്ഥിതി വിവരക്കണക്കെടുത്തത്. പിന്നീട് നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും, ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ ക്രിസ്തുവിന്റെ തന്നെ ജനനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പിന്നെ ചക്രവർത്തി കണക്കെടുപ്പ് സെൻസസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജോസഫും അല്ലെങ്കിൽ വിശുദ്ധ മാതാവും ഒക്കെ തന്നെ അങ്ങോട്ട് പോവുകയും ക്രിസ്തുവിന്റെ ജനനം തന്നെ ഉണ്ടാകുന്ന ആ സാഹചര്യം സ്ഥിതി വിവര കണക്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് നടന്നിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ അത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ആദ്യം പറഞ്ഞത് അശോകന്റെ 2300 വർഷം മുമ്പ്, അത് അദ്ദേഹത്തിൽ തുടങ്ങുന്നതല്ല. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്ന മൗര്യ വംശസ്ഥാപകന്റെ തന്നെ കാലത്ത്, അതിനു മുമ്പ് തന്നെ അതിന്റെ രൂപങ്ങൾ, ബുദ്ധന്റെ കാലത്തിന് മുമ്പ് തന്നെ അത്തരം രൂപങ്ങൾ പലതരം നഗര സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ നേഷൻ സ്റ്റേറ്റുകൾ എന്നൊക്കെ പറയുന്ന ഗണ സംഘങ്ങളിൽ, അല്ലെങ്കിൽ ബുദ്ധന്റെ കാലത്തുണ്ടായിരുന്ന സാമ്രാജ്യങ്ങളും രാജസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ശാക്യരുടെയും കോലിയരുടെയും ഒക്കെ തന്നെ ഏതാണ്ട് പിന്നെ ഗ്രീസിലെയൊക്കെ പോലെയുള്ള ചെറിയ ഗണതന്ത്ര സ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഗണതന്ത്രം എന്ന് പറയുന്ന ജനായത്തത്തിന്റെ ഒരു പ്രാചീന ജനായത്ത മാതൃകയാണ്, ഗ്രാമീണ മാതൃകയാണ്, ഗോത്ര മാതൃകയാണ്. അങ്ങനെയാണ് ശാക്യരുടെയും കോലിയരുടെയും ഒക്കെ ആ ഗണങ്ങളിൽ ഗണസംഘങ്ങളും ഗണതന്ത്രങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയാണ് യഥാർത്ഥത്തിൽ ജനസംഖ്യ, ജനങ്ങളുടെ പിന്നെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിലൂടെയുള്ള സർക്കാർ എന്നുള്ള ആ ഒരു പ്രാതിനിധ്യ ഭരണത്തിന്റെ തന്നെ ഒരു ജനായത്തത്തിന്റെ തന്നെ അടിത്തറ വരുന്നു. അപ്പൊ ആ കാലം മുതൽ തന്നെ, അതായത് ചുരുക്കി പറഞ്ഞാൽ 2600 വർഷത്തിനപ്പുറം മുതൽ തന്നെ ഇന്ത്യയിലും മറ്റു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗ്രീക്കോ റോമൻ പാരമ്പര്യത്തിൽ നമുക്കറിയാം സിറ്റി സ്റ്റേറ്റുകൾ തന്നെ ഉണ്ടായിരുന്നു. അവിടെ പാർലമെന്ററി സംവിധാനത്തിന്റെ രൂഢമൂലമായിട്ടുള്ള മാതൃകകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും പ്രാചീനമായ നാഗരികതയുടെ ആധാരമാണ് ഈ സെൻസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സാർവത്രികമായ ഒരു യൂണിവേഴ്സൽ തത്വം എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിലും, ആധുനിക ജനായത്ത രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ അവിടെയെല്ലാം സാമൂഹ്യ വിഭാഗങ്ങളുണ്ട്, പ്രത്യേക സാമൂഹ്യ വിഭാഗങ്ങളുണ്ട്, വർഗങ്ങളുണ്ട്, സാമൂഹ്യ വിഭാഗങ്ങളുണ്ട്. ഇപ്പൊ അമേരിക്ക തന്നെ എടുത്തു നോക്കൂ. അമേരിക്കയിൽ തന്നെ വെള്ളക്കാർ മാത്രമല്ല, വെള്ളക്കാരിൽ തന്നെ വിവിധ വംശീയതകളും ഭാഷാ വിഭാഗങ്ങളും ഉണ്ട്. ആംഗ്ലോ സാക്സൺസ് ഉണ്ട്, ലറ്റിനോകളുണ്ട്, സ്പാനിഷ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പോർച്ചുഗീസ് വംശീയതയുള്ളവരുണ്ട്, അതുപോലെ നിരവധി ഇറ്റാലിയൻ, അങ്ങനെ നിരവധി ഫ്രഞ്ച്, ജർമ്മൻ പാരമ്പര്യങ്ങളിൽ നിന്നുള്ള വെള്ളക്കാരുണ്ട്. അതുപോലെ തന്നെ കറുത്തവരിൽ തന്നെ വലിയ ഭീമമായിട്ടുള്ള ഏറ്റവും വലിയ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയിൽ തന്നെ കറുത്തവരാണ്. കറുത്തവരിൽ തന്നെ വിവിധ വിഭാഗങ്ങളാണ്. ആഫ്രിക്കൻ അമേരിക്കൻസ് ഉണ്ട്, കരീബിയൻ ആയിട്ടുള്ള അമേരിക്കൻസ് ഉണ്ട്, അതുപോലെ നിരവധിയായിട്ടുള്ള മറ്റ് തദ്ദേശീയ ജനവിഭാഗങ്ങൾ, ഗോത്ര ജനവിഭാഗങ്ങൾ അടക്കം അമേരിക്കയിലുണ്ട്. അപ്പൊ അവിടെയൊക്കെ തന്നെ സ്റ്റേറ്റിന്റെ വിവിധ മേഖലകളിലും വിദ്യാഭ്യാസ രംഗത്തും മാത്രമല്ല, സ്വകാര്യ മേഖലയിൽ പോലും ഈ വൈവിധ്യം, സമൂഹത്തിന്റെ വൈവിധ്യം, നാം ഒരു ജനായത്ത സമൂഹമായി നിൽക്കണമെങ്കിൽ സമൂഹത്തിന് ജനായത്വത്തിന്റെ ഒരു ഭൂമിക എന്ന് പറയുന്നത് തന്നെ വൈവിധ്യങ്ങളുടെ സഹവർത്തിത്വമാണ്. അത് പ്രാതിനിധ്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ജനായത്ത ഭരണക്രമം നടപ്പാക്കുന്നത്. അപ്പൊ പ്രാതിനിധ്യത്തിന്റെ, സാമൂഹ്യ പ്രാതിനിധ്യത്തിന്റെ രാഷ്ട്രീയത്തെയാണ് നാം യഥാർത്ഥത്തിൽ ജനായത്വം, സാമൂഹ്യ ജനായത്വം എന്ന് പറയുന്നത്. ജനങ്ങളുടെ യഥാർത്ഥ പങ്കാളിത്തം, വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾ എല്ലാ സമൂഹത്തിലും എല്ലാ രാഷ്ട്രങ്ങളിലും ആധുനിക കാലത്തുണ്ട്. അപ്പൊ ഈ വിവിധ സാമൂഹ്യ വിഭാഗങ്ങളുടെ, വർഗ ബഹുജനങ്ങളുടെ ഒക്കെ തന്നെ പങ്കാളിത്തം, അവരുടെ ജനസംഖ്യ ആനുപാതികമായ പങ്കാളിത്തം, പര്യാപ്തമായ പങ്കാളിത്തം, ഏറ്റവും മൈനോറിറ്റി, അതെ, അഡിക്വേറ്റ് എന്ന് പറയുന്ന ഡ്യൂ ആൻഡ് അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ആ പര്യാപ്തമായ ഒരു വലിയ സമുദായങ്ങളെ സംബന്ധിച്ച് ജനസംഖ്യ ആനുപാതികമാകാം. അതേസമയം ഏറ്റവും ചെറിയ മൈക്രോ മൈനോറിറ്റീസ്, ഇന്ത്യയിലെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ചില പിന്നെ നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻസ് അടക്കമുള്ള ചില സമുദായങ്ങൾ, അപ്പൊ അവരെ സംബന്ധിച്ച് വളരെ 0.001 അവരുടെ ജനസംഖ്യ. അങ്ങനെ എടുത്താൽ ഒരിക്കലും അവർക്ക് പ്രാതിനിധ്യം കിട്ടില്ല. കാരണം ഒരാളെയാണല്ലോ എടുക്കേണ്ടി വരുന്നത്, ചുരുങ്ങിയത് ഒരു വേക്കൻസി, ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് മതിയായ എന്നുള്ള, അതിനാണ് അഡിക്വേറ്റ് എന്ന് പറയുന്നത്. അപ്പോ പ്രപ്പോർഷനേറ്റ് ടു ദ പോപ്പുലേഷൻ മാത്രമല്ല, ഏറ്റവും മൈക്രോ മൈനോറിറ്റീസിന്റെ കാര്യത്തിൽ അഡിക്വേറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രാതിനിധ്യം പാർലമെന്റിൽ ഉറപ്പാക്കിയിരുന്നു ഈ അടുത്ത കാലം വരെ. പക്ഷെ അതുപോലും ഇപ്പോൾ
റദ്ദാക്കപ്പെട്ട നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആംഗ്ലോ ഇന്ത്യൻസിന്റെ പ്രാതിനിധ്യം പോലും പാർലമെന്റിൽ ഇല്ലാതാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് സാമൂഹ്യ വിഭാഗങ്ങൾ, സാമൂഹ്യ ശ്രേണികൾ, വർഗ വിഭജനങ്ങൾ ഇതൊക്കെ തന്നെ ലോകത്തെ എല്ലാ സമൂഹങ്ങളിലുമുണ്ട്. ക്യാപിറ്റലിസത്തിന്റെ പറുദീസ എന്ന് പറയുന്ന അമേരിക്കയിൽ പോലും ഒരു ആധുനിക ജനായത്ത റിപ്പബ്ലിക് എന്ന നിലയിൽ അവര് പോലും ഈ സാമൂഹ്യ വിഭാഗങ്ങളുടെ സന്തുലനം, അവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയാണ്. അത് സ്വകാര്യ മേഖലയിൽ പോലും, സ്വകാര്യ മാധ്യമ മേഖലയിൽ പ്രത്യേകിച്ചും റേഷ്യൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ വംശീയതകൾക്ക്, വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾക്ക്, കമ്മ്യൂണിറ്റികൾക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയും അത് സ്വകാര്യ മാധ്യമങ്ങൾ പോലും അത് പബ്ലിസൈസ് ചെയ്യുകയും ചെയ്യണം. എല്ലാ വർഷവും അവര് ഒരു പൊതു സ്റ്റേറ്റ്മെന്റ് ഇറക്കി അത് മാധ്യമങ്ങൾ ദ്വാരാ അല്ലെങ്കിൽ ഗസറ്റിലൂടെ പ്രസിദ്ധീകരിക്കണം. ഞങ്ങളുടെ ഈ എഡിറ്റോറിയൽ ബോർഡിൽ, ഞങ്ങളുടെ ഡെസ്കിൽ ഇത്രമാത്രം ന്യൂനപക്ഷങ്ങളുണ്ട്. ഇപ്പൊ അമേരിക്കയുടെ മറ്റൊരു ഉദാഹരണം, അമേരിക്ക പല കാര്യങ്ങൾ കുറ്റം പറയുന്നു. മറ്റൊരു ഉദാഹരണം സുപ്രീം കോടതി. ഒരു സുപ്രീം കോടതിയിൽ ഒരു പിന്നോക്കക്കാരനോ ദളിതനോ ഒരു മുസ്ലിമോ ഉണ്ടോ? ഇപ്പോ അമേരിക്കയുടെ ഉദാഹരണം എടുത്തു നോക്കൂ. അവിടെ 36-37 പേരുണ്ടെങ്കിൽ ചീഫ് അവിടെ പിന്നെ സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട ബെഞ്ചിൽ അത്രയും പേരുണ്ടെങ്കിൽ ആ ഭരണഘടനാ ബെഞ്ചിലുള്ളതിൽ അതിൽ മുഴുവൻ പേരും ന്യൂനപക്ഷങ്ങളാണ്. അപ്പൊ അവരുടെ ആ ഒരു അഫർമേറ്റീവ് ആക്ഷന്റെ, ഈ പറയുന്ന റിസർവേഷൻ എന്ന് നാം പറയുന്ന ആ സാമുദായിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന അഫർമേറ്റീവ് ആക്ഷൻ എന്നാണ് പറയുന്നത്. ആ അഫർമേറ്റീവ് ആക്ഷന്റെ അഫേം എന്ന് പറയുന്ന ആ അഫർമേഷൻ എന്തുമാത്രം ശക്തമായിട്ടാണ് അവര് നടത്തിയിരിക്കുന്നത്. ആ 36 പേരും ഈ പറയുന്ന ആഫ്രിക്കൻ അമേരിക്കൻ സമുദായത്തിൽ നിന്നോ, ലറ്റിനോയിൽ നിന്നോ, ഹിസ്പാനിക്കുകളിൽ നിന്നോ, ഏഷ്യൻ അമേരിക്കൻസിൽ നിന്നോ, അല്ലെങ്കിൽ കറുത്തരായ സ്ത്രീകളിൽ നിന്ന് തന്നെ, ആഫ്രിക്കൻ അമേരിക്കൻ സ്ത്രീകളെ തന്നെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവര് ഈ പറയുന്ന ജനായത്വത്തിന്റെ ഏറ്റവും മഹനീയമായ മാതൃകയാണ് അമേരിക്കയിൽ പോലും. പ്രശ്നങ്ങളില്ല എന്നുള്ളത് വലിയ ഭീകരമായ വംശീയതയുടെയും വർണ്ണവരയുടെയും റേസിസത്തിന്റെയും കേന്ദ്രം തന്നെയാണ്. പക്ഷെ അവിടെ പോലും ഔദ്യോഗികമായ തലത്തിൽ, ഭരണഘടനാപരമായ തലത്തിൽ അവര് ഇത്തരത്തിലുള്ള പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഒരു പിന്നോക്കക്കാരനോ, ഒരു അപൂർവമായിട്ട് ഒരു പട്ടികജാതിക്കാരൻ വന്നു എന്നുള്ളതല്ലാതെ ഒരു മുസ്ലിമോ ഒരു പിന്നോക്കക്കാരനോ ഇവിടെ വന്നിട്ടുണ്ടോ? അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇപ്പൊ EWS എന്ന് പറയുന്ന ഈ വിധി ഭരണഘടനയ്ക്ക് ഘടകവിരുദ്ധമായ, ഭരണഘടനയുടെ അടിത്തറയായിട്ടുള്ള സാമൂഹ്യ പ്രാതിനിധ്യത്തിന് ഘടകവിരുദ്ധമായ, സാമൂഹ്യ നീതിക്ക് ഘടകവിരുദ്ധമായ സാമ്പത്തിക മാനദണ്ഡം അതിലേക്ക് കുത്തിച്ചെലുത്തി ഇന്ത്യൻ ഭരണഘടനയെ ആവിയാക്കുന്ന EWS തന്നെ പാസ്സാക്കിയത് നമുക്കറിയാം 3-5 എന്നുള്ള ഒരു ഭൂരിപക്ഷത്തിലാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മറ്റൊരു പ്രമുഖനായിട്ടുള്ള ജസ്റ്റിസും അതിനെ എതിർ നിന്നിട്ടാണ് നടപ്പാക്കിയത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. ലോകത്തെ എല്ലാ നാഗരിക ആധുനിക ജനായത്ത റിപ്പബ്ലിക്കുകൾക്കും സ്വീകാര്യമായ മാതൃകയാണ് പ്രാതിനിധ്യത്തിന്റെ രാഷ്ട്രീയം. ആ പ്രാതിനിധ്യത്തിന്റെ രാഷ്ട്രീയത്തെയാണ് ജനായത്വം എന്ന് പറയുന്നത്. അതിന്റെ അടിത്തറയാണ് സാമുദായികമായിട്ടുള്ള സാമൂഹ്യമായ പ്രാതിനിധ്യം. അത് ഉറപ്പുവരുത്താനുള്ള ഒരു ഉപാധി മാത്രമാണ് ഈ സംവരണം എന്ന് പറയുന്നത്. നാം ആരും സംവരണവാദികളല്ല, നാം ജനായത്തവാദികളും പ്രാതിനിധ്യവാദികളുമാണ്. സംവരണമല്ല, നമുക്ക് അതിന്റെ ഗ്ലാസ് അല്ല വേണ്ടത്, നമുക്ക് വെള്ളമാണ് വേണ്ടത്, നീതിയാണ് വേണ്ട, അധികാര പങ്കാളിത്തം. അപ്പൊ അധികാര പങ്കാളിത്തത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അനുഭവമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പങ്കാളിത്തം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സെൻസസിന്റെ വിഷയത്തിലേക്ക് കടന്നു വരാം. സാറ് പറഞ്ഞതുപോലെ ലോകത്തിലെ എല്ലാ സമൂഹങ്ങൾക്കിടയിലും പലതരത്തിലുള്ള വേർതിരിവുകൾ, അധികാര ശക്തികൾ അല്ലെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുന്ന ഒരവസ്ഥ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അമേരിക്ക പുറത്താണെങ്കിൽ അത് നിറത്തിന്റെ പേരിലായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രത്യേകത അത് ജാതിയുടെ പേരിലായിരുന്നു. ഇന്ത്യയിലെ ഈ പറയുന്ന അടിച്ചമർത്തലിന്റെ ഓപ്പറേഷന്റെ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ വളരെ കൃത്യമായ ആർട്ടിക്കിൾ 16-4 വളരെ കൃത്യമായി പറയുന്നത് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം എന്നുള്ളത് പ്രഖ്യാപിക്കുന്നു. അവിടെ ഈ ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് വിശദീകരിക്കാനായിട്ട് വളരെ കൃത്യമായും ഭരണഘടന പറയുന്നത് പിന്നാക്കം അവസ്ഥ എന്ന് പറയുന്നത് സാമൂഹ്യവും വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥ എന്നാണ്. ഒരിക്കലും അതിനകത്ത് ഇക്കണോമിക് എന്നൊരു വാക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടന പിന്നീട് 15-ാം വകുപ്പിൽ വളരെ കൃത്യമായി പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, അതായത് വിവേചനം നിരോധിച്ചുകൊണ്ടുള്ള, അദ്ദേഹത്തിന്റെ പേരിലുള്ള വിവേചനം, മതത്തിന്റെ പേരില്, ജാതിയുടെ പേരില്, വംശത്തിന്റെ പേരില്, സെക്സ് ലിംഗത്തിന്റെ പേരില്, ജന്മദേശത്തിന്റെ പേരില് തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളെയും ഇന്ത്യൻ ഭരണഘടന തള്ളിക്കളയുകയും അവസര സമത്വം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.
മണ്ഡൽ കമ്മീഷൻ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി നടത്തിയ അടിസ്ഥാനപരമായ ഒട്ടേറെ വിധി പ്രസ്താവനകളില് വളരെ അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യം, ഡിസ്ക്രിമിനേഷനിലെ ബാക്ക്വാർഡ്നെസിന്റെ പിന്നാക്കാവസ്ഥയുടെ അടിസ്ഥാന പ്രമാണം ജാതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജാതീയമായ സംവരണം ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നതും. അങ്ങനെ ഈ പറയുന്ന വിഷയങ്ങൾ സംവരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ കോട്ടയുമായി ബന്ധപ്പെട്ട് ധാരാളം കേസുകൾ ഇന്ത്യൻ സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ട്. ആ സുപ്രീം കോടതിയിൽ വന്നതിലെല്ലാം തന്നെ വളരെ കൃത്യമായും അശോക് കുമാർ താക്കൂറിന്റെ കേസിലാണ് സംവരണം 50% അധികം എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും, പിന്നീട് വരുന്ന പല കണക്കുകളിലും പ്രത്യേകിച്ച് അരിജിത് പ്രസാദും അതുപോലെ തന്നെ ജസ്റ്റിസ് താക്കൂറും ഒക്കെ വളരെ കൃത്യമായി കാര്യത്തിൽ കൊടുത്ത റൂളിങ് എന്തടിസ്ഥാനത്തിലാണ്, എന്ത് അനുപാതത്തിലാണ് സംവരണത്തിന് തോത് നിശ്ചയിക്കുന്നത് എന്ന് പറയുകയും, അത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഇന്ന് വരെ ഇന്ത്യയിലെ ഗവൺമെന്റ് ഇന്ത്യയിലെ പിന്നോക്ക ജനവിഭാഗം എത്ര ശതമാനമുണ്ട് എന്ന് പറയാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 57% ഉണ്ട്, 68 ഉണ്ട്, 60 ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നെങ്കിലും ഔദ്യോഗികമായി ഇന്ത്യ ഗവൺമെന്റ് പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം പിന്നാക്ക വിഭാഗങ്ങൾക്ക് 27% എന്ന് നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം SC/ST കാര്യത്തിൽ കണക്കുള്ളത് കൊണ്ട് അവർക്ക് ജനസംഖ്യാനുപാതികമായ സംവരണം നൽകുമ്പോൾ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായ യാർ റെപ്രസെന്റേഷനും കിട്ടുന്നില്ല എന്നുള്ളത് സുപ്രീം കോടതി തന്നെ പല പ്രാവശ്യങ്ങളില് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പറയുന്നത് കണക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാൻ കഴിയുന്നത് കൊണ്ട് ഡേറ്റ എന്ന് പറയുന്നത് ഏതൊരു സാമൂഹ്യ പ്രശ്നത്തിന്റെയും പരിഹാരം നിർണ്ണയിക്കുന്നതിൽ അതിന്റെ കണക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ടാണ് ഈ ജാതി സെൻസസ് നടപ്പാക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഇന്ത്യയിലെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരികയും അതുപോലെ തന്നെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയ സവർണം നടത്തിയ കലാപങ്ങളിലും അതിന്റെ പേര് നടത്തിയ പ്രഹസന സമരങ്ങളിലും എല്ലാം തന്നെ ഇന്ത്യയിലെ ആളുകളെല്ലാം ഇന്ത്യൻ മാധ്യമങ്ങൾ വളരെ വലിയ പ്രാധാന്യം കൊടുക്കുകയും, രാജീവ് ഗോസ്വാമിയെ പോലെ ഒരാള് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, തീ കത്തിച്ചു എന്നതിന്റെ പേരില് ഇന്ത്യയിലെ മുഴുവൻ സംവരണത്തെയും അട്ടിമറിക്കുന്ന നിലപാടുകളാണ് ഇന്ത്യ ഗവൺമെന്റുകളെ പല കാലഘട്ടങ്ങളിൽ ഏതൊരു ഗവൺമെന്റ്, ഇത് ഇന്ന ഗവൺമെന്റ് എന്ന് പറയേണ്ട, എല്ലാ ഗവൺമെന്റുകളും ഇപ്പോഴെടുക്കുന്ന നിലപാട് തന്നെയാണ്. 50% എന്നൊരു കണക്ക് വെച്ചുകൊണ്ട് 50% സംവരണം നിർക്കണമായ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണം അങ്ങനെ നിലനിർത്തണമെന്ന നിർബന്ധം പിടിച്ചതിന്റെ ഫലമായിട്ടാണ് സംവരണം പൂർണ്ണമായിട്ട് യഥാർത്ഥത്തിൽ അട്ടിമറിക്കപ്പെട്ടത്. എന്നാൽ 10% സാർ പറഞ്ഞ പോലെ 10% EWS വന്നപ്പോൾ ആർക്കും ഒരു തർക്കം ഉണ്ടായില്ല, ഒരു സമരമാരും നടത്തിയിട്ടില്ല, ഒരു പ്രക്ഷോഭം നടത്താതെ തന്നെ ഇന്ത്യ ഗവൺമെന്റും കേരള ഗവൺമെന്റും 10% സംവരണം എന്ന് പറയുന്നത് നൽകപ്പെടുകയും, അങ്ങനെ സവർണർക്ക് നൽകപ്പെടുന്ന സംവരണം സാമ്പത്തിക സംവരണമാവുകയും, സമ്പന്നർക്ക് നൽകുന്ന സംവരണം അതും ജാതിയുടെ പേരില്ല, സവർണ ജാതിക്ക് നൽകുന്ന സംവരണത്തിൽ ആർക്കും പരാതിയില്ല, അവർണ ജാതിക്ക് കൊടുക്കുന്ന സംവരണത്തിലാണ് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടും ഇന്ത്യയിലെ നിലവിലുള്ള അവസ്ഥ എന്താണ്, ജാതി തിരിച്ചുള്ള അവസ്ഥ എന്താണ്, ഓരോ ജാതി വിഭാഗങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് എന്താണ്, ഇനി കിട്ടേണ്ടത് എന്താണ് എന്നുള്ളതിനെ നിർണ്ണയിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ കണക്കുണ്ടായേ മതിയാകൂ. ഔദ്യോഗികമായ കണക്കില്ലെങ്കിലും അനൗദ്യോഗികമായ കണക്കുകൾ ധാരാളം വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആണ് ജാതി സെൻസസ് ഒരു അനിവാര്യമായ ഘടകമാണ് എന്ന് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്, അല്ലേ സർ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു നീതിയുടെയും പ്രാതിനിധ്യത്തിന്റെയും തലത്തിലാണ് നാം ഈ പറയുന്ന ജാതി സെൻസസിന്റെ ഏറ്റവും വലിയ ലോജിക്ക്, അതിൻ്റെ യുക്തി, അതിൻ്റെ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ അത് യഥാർത്ഥത്തിൽ കൊളോണിയൽ കാലത്ത് തന്നെ ഇന്ത്യയിൽ ആരംഭിച്ചതാണ്. അപ്പൊ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ 1860-കളിൽ തന്നെ 1857 ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന 57-ന് ശേഷം നേരിട്ട് ബ്രിട്ടൻ പാർലമെന്റ് തന്നെ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിന്റെ ചുക്കാൻ വഹിക്കുന്ന കാലത്ത് തന്നെ വൈസ്രോയി ഇവിടെ സ്ഥാപിക്കപ്പെട്ടപ്പോൾ, വൈസ്രോയിയുടെ ഓഫീസ് വന്നപ്പോൾ തന്നെ 1860-ൽ തന്നെ അത് തുടങ്ങുകയാണ്. 1871 അവര് നാമമാത്രമായ രീതിയിൽ ഒരു വ്യാപകമായി ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ ആ തരത്തിലുള്ള ഒരു കൊളോണിയൽ ബ്രിട്ടീഷ് സെൻസസ് ആരംഭിച്ചു. അപ്പൊ 1870-കളിൽ ആ സെൻസസ് ആരംഭിക്കുമ്പോഴാണ് തമിഴകത്ത് അയോധ്യദാസ് പണ്ഡിതരുടെ അടക്കമുള്ള ദ്രാവിഡ അല്ലെങ്കിൽ ദളിത് നേതാക്കളുടെ വലിയ പ്രവർത്തനങ്ങൾ തുടങ്ങി വരികയായിരുന്നു. അപ്പൊ 1881-ലെ സെൻസസിലാണ് അയോധ്യദാസർ തമിഴകത്തെ തന്റെ ദളിത് അനുയായികളോട് പറഞ്ഞത്, നാം ഹിന്ദു എന്നല്ല നാം ചേർക്കാൻ പോകുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരു വ്യാപകമായ ഒരു
മാഫിയയും കൂടി കൊളോണിയൽ സെൻസസ് വന്നപ്പോൾ തന്നെ ഹിന്ദുമതം പ്രതിസന്ധിയിലാകുന്നുവെന്നും ഹിന്ദുമതത്തിന്റെ അംഗസംഖ്യ പെരുപ്പിക്കാനുള്ള കൃത്രിമമായ ശ്രമങ്ങൾ വേണമെന്നും ഞാൻ വിവേകാനന്ദനെ കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചതുപോലെ കൊളോണിയലിസവുമായിട്ടുള്ള കൺഫ്രണ്ടേഷനിലാണ് ഒരു വലിയ അതിഹൈന്ദവ വിഭാവനം അല്ലെങ്കിൽ ഒരു അതിഹൈന്ദവ ദർശനത്തെ മുന്നോട്ട് വയ്ക്കാൻ അവരാഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നാം ഇറങ്ങിയില്ലെങ്കിൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് പൊട്ടിപ്പോകും, ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷമായി മാറും. ഗാന്ധിയുടെ പൂനാപ്പട്ടിണി പോലെ തന്നെ 32-ലെ പൂനാപ്പട്ടിണി പോലെ തന്നെയുള്ള ഒരു പരിപാടിയാണ്. ഹിന്ദുത്വത്തിന്റെ വലിയ പ്രതിസന്ധിയായിരുന്നു കൊളോണിയൽ സെൻസസ്. അപ്പൊ അതിനുവേണ്ടി എല്ലാവരെയും ഹൈന്ദവരാക്കി ചേർക്കുക. കാരണം കൊളോണിയലിസത്തിന്റെ ഏജന്റുകളും ഇൻഫോമേഴ്സും സ്ക്രൈബുകളും ക്ലാർക്കന്മാരുമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ ബ്രാഹ്മണരും കായസ്ഥരുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ B2 K2 എന്ന് പറയുന്നത് ബ്രാഹ്മൺ, ബനിയ, ക്ഷത്രിയ ആൻഡ് കായസ്ഥ. ഈ പറയുന്ന 4 വർണ്ണങ്ങളാണ് ഇന്ത്യയുടെ അധികാരം അന്നു മുതൽ. അത് മുഗൾ ഭരണത്തിലാകട്ടെ ടിപ്പുവിന്റെ ക്യാബിനറ്റിൽ പോലും പ്രാമുഖ്യം ബ്രാഹ്മണർക്ക്. ടിപ്പുവിന്റെ ചീഫ് മിനിസ്റ്റർ പോലും പുന്നയ്യ എന്ന് പറയുന്ന ബ്രാഹ്മണനായിരുന്നു. ടിപ്പു അതുകൊണ്ടാണ് ഈ പറയുന്ന മഠത്തിന് പിന്നെ ശങ്കരാചാര്യർക്കും ഒക്കെ തന്നെ അത്രമാത്രം പൈസ ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ ബ്യൂറോക്രസി മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ബ്രാഹ്മണരും അവരുടെ കായസ്ഥരും കൂടെ തന്നെയാണ്. ഈ പറയുന്ന ബ്രാഹ്മൺ, ക്ഷത്രിയ, ബനിയ, കായസ്ഥ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിൽ ഏതാണ്ട് ആയിരത്താണ്ടുകളായി തന്നെ മനുസ്മൃതിയുടെ ഭരണം വരുന്ന അന്നു മുതൽ, യഥാർത്ഥത്തിൽ ഗുപ്തകാലം മുതൽ, അതായത് CE 5-ാം നൂറ്റാണ്ട് മുതലെങ്കിലും ഹൈന്ദവ ബ്രാഹ്മണികമായ ഭരണം വരുന്ന കഴിഞ്ഞ 2000 വർഷമായി മനുസ്മൃതിക്ക് ശേഷം ഇന്ത്യയിൽ ഭരണത്തിൽ നിൽക്കുന്നത് ഈ 4 വർണ്ണങ്ങൾ തന്നെയാണ്. അപ്പൊ അത് കേരളത്തിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അതിലേക്ക് വന്നിട്ടുള്ള ന്യൂനപക്ഷങ്ങൾ പോലും അതിന്റെ ഭാഗമായി നായർ, നസ്രാണി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. 10-12% മാത്രം ജനസംഖ്യയുള്ള ഒരു വിഭാഗം നായന്മാർ. അവരാണ് ദേവസ്വം ബോർഡിൽ 96%. 2018-ലെ കണക്കനുസരിച്ച് 96% ഒറ്റജാതി ഹിന്ദുക്കളായിരുന്നു. ഒറ്റജാതി ഹിന്ദുക്കളായിട്ടുള്ള നായന്മാരായിരുന്നു അവിടെയാണ് ഈ ഭരണഘടനാ വിരുദ്ധമായ, നീതിവിരുദ്ധമായ, സത്യവിരുദ്ധമായ, സ്ഥിതിവിവരക്കണക്കുകൾക്കും ഏത് സാമാന്യ ബോധത്തിനും വിരുദ്ധമായിട്ടുള്ള സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന സവർണർക്ക് മാത്രമായിട്ടുള്ള ആ സംവരണം, യഥാർത്ഥത്തിലുള്ള ജാതി സംവരണം പുനഃസ്ഥാപിച്ചുകൊണ്ട് 96 പിന്നെയും 10 എന്ന് പറഞ്ഞാൽ 100-നും അപ്പുറത്ത് 106% വരുത്തിച്ചു. ഇപ്പൊ നിങ്ങൾ കേരളത്തിന്റെ ക്യാബിനറ്റ് എടുത്തു നോക്കൂ. കേരളത്തിന്റെ ക്യാബിനറ്റിൽ ആർക്കാണ് മുഖ്യത ഉള്ളത്? ഏത് സമുദായത്തിലാണ്? ഈ ദേവസ്വം ബോർഡ് പോലെ തന്നെയാണ്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലകൾ എടുക്കൂ, കേരളത്തിന്റെ സർവകലാശാലകൾ എടുക്കൂ, കേരളത്തിന്റെ മറ്റ് അക്കാദമികൾ എടുക്കൂ. അക്കാദമികളിലൊക്കെ ഇരിക്കുന്നവരുടെ അവസ്ഥ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ആറാട്ടുപുഴ വേലായുധപ്പണിക്കരെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ബയോപിക്, അത് വെറും ചവറാണ്, അതിന് യാതൊരു അംഗീകാരവും കൊടുക്കരുത് എന്ന് പറഞ്ഞ ഈ യാഗം ചെയ്ത് മഴ പെയ്യിക്കുകയും ആ ബാലികയെ പിന്നെ ഗജോത്തമന്റെ മുമ്പിൽ നിന്ന് മാനഭംഗം ചെയ്യിക്കുകയും പിന്നെ പാട്ടുപാടി, നായിക പാട്ടുപാടി ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്ന ഗുരുവായൂരപ്പന്റെ പരസ്യങ്ങൾ എടുത്തിട്ടുള്ള ഒരു പുമാനാണ് ഒരു അക്കാദമിയുടെ അധ്യക്ഷനായിട്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം ഒറ്റ സമുദായക്കാരാണ്. ദേവസ്വം ബോർഡ് പോലെ ഇതെല്ലാം ഒറ്റജാതി ഹിന്ദുക്കളാണ്. 10-12% തികച്ചില്ലാത്ത ഒറ്റജാതി ഹിന്ദുക്കളാണ് കേരളത്തിന്റെ എല്ലാ മേഖലകളിലും. ബഹുജനങ്ങളുടെ നികുതിപ്പണവും ജനങ്ങളുടെ ട്രാൻസാക്ഷന്റെ ആ ഫണ്ടും വരുന്ന എല്ലാ മേഖലകളിലും ഇവരാണ്. 60 മുതൽ 70 മുതൽ ദേവസ്വം ബോർഡ് പോലെ ചില മേഖലയിൽ 96, 100, 106 വരെ ശതമാനം ഇവരാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഒരു ജനായത്ത സമൂഹത്തിന് ഭൂഷണമല്ല. ഇതിനാണ് ഒളിഗാർക്കി എന്ന് പറയുന്നത്. ഒളിഗാർക്കി എന്ന് പറയുന്നത് ഏതാനും വരേണ്യ കുലീനരുടെ വാഴ്ച. നാം ഒളിഗാർക്കിയല്ല, നാം മൊണാർക്കിയല്ല എന്ന് പറഞ്ഞ രാജഭരണം. നാം ഒരു മോബോക്രസി അല്ല, നാം ഒരു മെറിറ്റോക്രസി അല്ല, മികവിന്റെ ഭരണവുമല്ല. പിന്നെയോ എല്ലാ ആധുനിക ജനായത്ത രാഷ്ട്രങ്ങളെയും പോലെ നാം ഒരു ഡെമോക്രസിയാണ്, ഒരു ജനായത്തമാണ്. ജനായത്തം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആയത്തത്തിനാണ്, ജനങ്ങളുടെ പ്രാതിനിധ്യത്തിനാണ് പ്രാധാന്യം. വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടണം. ഡ്യൂ ആൻഡ് അഡിക്വേറ്റ് എന്ന് പറയുന്ന ഈ റെപ്രസെന്റേഷൻ, അത് അംബേദ്കർ 1930-കൾ മുതൽ ലണ്ടനിൽ വട്ടമേശ സമ്മേളനങ്ങൾക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലാണ് ഡ്യൂ ആൻഡ് അഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് അത് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ ഒളിഗാർക്കി ആയിരിക്കും ഭരണത്തിലേക്ക്. അതുകൊണ്ടാണ് അംബേദ്കർ ഏറ്റവും അധികം അദ്ദേഹം വാണിംഗ് തന്നത് എന്താണ്? ഈ ഭരണ കൈമാറ്റം ഇന്ത്യയിലെ സവർണരിലേക്കുള്ള ഒരു അധികാര കൈമാറ്റമായി മാറരുത്. നാം ഒരു ഡെമോക്രസിയായി മാറണമെങ്കിൽ നാം അധികാരത്തെ അടിത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് അധികാരം പങ്കുവെക്കണം. അപ്പൊ അധികാര പങ്കാളിത്തം ജനങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള
ഒരു ജനായത്ത ഭരണം സാധ്യമാകൂ. അപ്പൊ ആ ഒലിഗാർക്കിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീഷണി. ഈ B2K2 കേന്ദ്രം മുഴുവൻ ഭരിക്കുന്നു, മറ്റു ഉത്തരേന്ത്യ മുഴുവൻ ഭരിക്കുന്നു. ഇവിടെ ഭരിക്കുന്നത് ആരാണ്? ഞാൻ ഈ പറഞ്ഞ ദേവസ്വം ബോർഡിലെ ഒറ്റജാതിക്കാരാണ്. ദേവസ്വം ബോർഡിലെ ഒറ്റജാതിക്കാരും അതുപോലെ തന്നെ ബ്രാഹ്മണ പിതൃത്വം അവകാശപ്പെടുന്ന ന്യൂനപക്ഷങ്ങളായിട്ട് പോലും 2000 വർഷമായെന്ന് പറയുന്ന കൺവേർഷന് ശേഷം പോലും ബ്രാഹ്മണന്റെ പൗരോഹിത്യം അവകാശപ്പെടുകയാണ്. നമ്പൂതിരിയുടെ മക്കളാണെന്ന് പറയുന്നത്. നമ്പൂതിരി അന്ന് ഉണ്ടായിട്ടില്ല. ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലൻ ക്രിസ്തുവിന്റെ ശിഷ്യനായ അപ്പോസ്തലൻ ഇവിടെ വരുമ്പോൾ നമ്പ് തിരിഞ്ഞുകൊണ്ട് നമ്പൂതിരിമാരുണ്ടായിട്ടില്ല. തെരവാദ ബുദ്ധിസത്തിൽ നിന്നും ആയനത്തിൽ നിന്നും വജ്രയാനത്തിൽ നിന്നും ഒക്കെ നമ്പ് തിരിഞ്ഞുകൊണ്ട്, നമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്പുക എന്ന് പറഞ്ഞാൽ വിശ്വാസം. ആ ഫെയ്ത്ത് മാറിക്കൊണ്ട് ബുദ്ധിസത്തിൽ നിന്ന് ഫെയ്ത്ത് മാറി, ജൈനസത്വത്തിൽ നിന്നൊക്കെ ഫെയ്ത്ത് മാറി വൈദിക ബ്രാഹ്മണിസത്തിലേക്ക് അവർ മാറിയിട്ടില്ല. അത് 8ാം നൂറ്റാണ്ട് മുതലാണ് തുടങ്ങുന്നത്. 8ാം നൂറ്റാണ്ട് 7-8 നൂറ്റാണ്ടുകളിലാണ് ശൈവ വൈഷ്ണവ പ്രസ്ഥാനം സൗത്ത് ഇന്ത്യയിൽ പ്രമാദമാകുന്നത്. നമുക്കറിയാം, കഴിവേറ്റലുകൾ അടക്കമുള്ള ഭീകര മതഹിംസകളിലൂടെയൊക്കെയാണ് നടന്നിട്ടുള്ളത്. ഇപ്പോഴും കഴിവേറ്റി കല്ലുകളിലൂടെയൊക്കെ നിൽക്കുകയാണ്. ഈ കൂത്താട്ടുകുളത്ത് അടക്കം, അശമന്നൂർ അടക്കം, തിരുനെല്ലി ഇപ്പോൾ അയോധ്യ കഴിഞ്ഞാൽ അടുത്ത ഇനി പ്രധാനമന്ത്രിയുടെ പൂജയും ശിലാന്യാസവും അതുപോലെ പ്രതിഷ്ഠാപനവും നടക്കാൻ പോകുന്ന ഒരു സ്ഥലമായിട്ട് തിരുനെല്ലിപ്പള്ളി, തിരുവാമലകി വിഹാരം, ശ്രീ ആമലകി വിഹാരം എന്ന് പറയുന്ന മഹാനപ്പള്ളിയായിരുന്നു. തിരുനെല്ലിപ്പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ആ തിരുനെല്ലിപ്പള്ളിയെ ആ പ്രാചീനമായിട്ടുള്ള അതിന്റെ പുരാവസ്തു അവശേഷിപ്പുകളൊക്കെ മാറ്റിക്കൊണ്ട് ഇനി ഈ പുതിയ അയോധ്യ മാതൃകയിൽ ഒരു ഇന്ത്യയിൽ 40, ഇന്ന് ഹിന്ദു പത്രത്തിൽ ഒരു പ്രത്യേക വാർത്ത കൊടുത്തിട്ടുണ്ട്, ഇതിൽ 40ഓളം ക്ഷേത്രങ്ങൾ, അതായത് പഴയ ജൈന ബുദ്ധ വിഹാരങ്ങളും പലതും ബാബറി മസ്ജിദ് പോലെ 500 വർഷത്തോളം മുസ്ലിം പള്ളികളായി നിന്ന് അത് തന്നെ പൊളിച്ച് അവിടെ തന്നെയാണല്ലോ ഇത് സ്ഥാപിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ്. കഴിഞ്ഞ 2000 വർഷത്തിലധികം പഴക്കമുള്ള ജൈനവും ബൗദ്ധവുമായിട്ടുള്ള വിഹാരങ്ങൾ പൊളിച്ച് തികഞ്ഞ ഹൈന്ദവ ശൈലിയിലേക്ക് ആക്കാൻ വേണ്ടി 40 എണ്ണത്തിന്റെ ലിസ്റ്റ് എടുത്ത് അത് വലിയ ടൂറിസം പോലെ ആഗോളതലത്തിൽ ആക്കി. തിരുനെല്ലി പള്ളിയാണ് അതിലേറ്റവും കേരളത്തിൽ നിന്ന് ഇപ്പോൾ 1ാം നമ്പറായിട്ട് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്, മാർക്ക് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ്. അപ്പൊ ഈ ഒലിഗാർക്കിയുടെ ഭീകരത, 10-12% സവർണർ ജാതി ഹിന്ദുക്കൾ, അവരുടെ സിൽബന്ധികളായി കയറിയിരിക്കുന്ന ചില വരേണ്യ നമ്പൂതിരിയുടെ മക്കളാണെന്ന് പറയുന്ന ആഭാസം പറയുന്ന, ചരിത്ര ആഭാസം പറയുന്ന ചില ആൾക്കാരും ആ നായർ നസ്രാണി ഒലിഗാർക്കി കേരളം ഭരിക്കുന്നു. അവിടെ ഭരിക്കുന്നത് ഈ ബ്രാഹ്മൺ ബനിയ ക്ഷത്രിയ കായസ്ഥ എന്ന് പറയുന്ന B2K2 ഒലിഗാർക്കി. അപ്പൊ ഈ ഒലിഗാർക്കിയുടെ ഭീഷണിയിൽ നിന്ന് ജനായത്തത്തെ സംരക്ഷിക്കാനാണ് സ്ഥിതിവിവരക്കണക്കിന്റെ അനിവാര്യം. സാറ് പറഞ്ഞ കണക്കുകളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ 1-2 ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ മണ്ഡലത്തിലെ ഒരു അവസ്ഥ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികള്, IIT, IIM ഈ വലിയ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പഠിപ്പ് നിർത്തിപ്പോയ കുട്ടികളുടെ കണക്കുണ്ട്. അതിലെ പട്ടികജാതിയിൽ വിഭാഗത്തിൽപ്പെട്ട 13,500 കുട്ടികളും OBCയിൽപ്പെട്ട 1008 കുട്ടികളും പഠിപ്പ് നിർത്തിപ്പോയി. പഠിപ്പ് നിർത്തിപ്പോയ എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് വെമുലയുടെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളിൽ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം 122ആണ്. പഠിക്കാൻ കഴിയാതെ വന്ന് അതില് SC വിഭാഗത്തിൽ 24, ST വിഭാഗത്തിൽ 3, OBCയിൽ 41 കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് IIT, IIMകളിൽ. ഇനി അവിടുത്തെ അധ്യാപകരുടെ കണക്ക് നോക്കുക. ആ 12 IIMകളിലായിട്ട് ഇന്ത്യയിലെ 12 IIMകളിൽ ഒരു പട്ടികജാതി അധ്യാപകനോ പട്ടികവർഗ അധ്യാപകനോ ഇല്ല. മുംബൈ IIMല് 700 അധ്യാപകരുള്ളതില് 6 പേരാണ് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്ന ആളുകള്. ഡൽഹി IITയില് 562 അധ്യാപകരിൽ 11 പേര് മാത്രമാണ് പട്ടികജാതി പട്ടികവർഗത്തിലുള്ളത്. മൊത്തം ഇന്ത്യയിൽ IIT, IIMകളില് ടോട്ടൽ ടീച്ചേഴ്സ് 10,100 വരുമെങ്കിൽ അതിൽ SC STയുടെ സാന്നിധ്യം 182, അതായത് 1% മാത്രമാണ്. നോക്കണം, 75 വർഷമാകുന്ന ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ഇന്ത്യയിലെ വലിയ ഹർഷഭാരത പാരമ്പര്യത്തിന് മാഹാത്മ്യം പറയുന്ന രാജ്യത്തെ കണക്കാണ്. അതുപോലെ ഈ സ്ഥാപനങ്ങളില് PhD ആപ്ലിക്കേഷന് കൊടുത്തിട്ട് IIT ഡൽഹിയിൽ 637 PhD ആപ്ലിക്കേഷൻ SC ST വിഭാഗത്തിൽ വന്നിട്ട് ഒരാൾക്ക് പോലും സെലക്ഷൻ കിട്ടിയില്ല. IIT ബുലായില് 237 ആപ്ലിക്കേഷനിലെ PhD ആപ്ലിക്കേഷനില് ഒരെണ്ണം പോലും പട്ടികജാതി പട്ടികവർഗത്തിന് ലഭിച്ചിട്ടില്ല. അതുപോലെ ഇനി കേരളത്തിലേക്ക് വന്നാലോ, കേരളത്തിലെ എയ്ഡഡ് കോളേജുകളില് ദേവസ്വം ബോർഡിന്റെ കോളേജുണ്ട്, NSSന്റെ കോളേജുണ്ട്, ക്രൈസ്തവ മാനേജ്മെന്റ് കോളേജുകളുണ്ട്. ഈ കോളേജുകളെല്ലാം ശമ്പളം കൊടുക്കുന്ന കേരള ഗവൺമെന്റില് നമ്മള്
നമ്മുടെ പണമാണ് കൊടുക്കുന്നത്. പക്ഷേ ആ സ്ഥാപനങ്ങളിൽ ഉദാഹരണം പറയാം NSSന്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഒരു പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരു അധ്യാപകനില്ല. നമുക്ക് ദേവസ്വം ബോർഡിന്റെ ശാസ്താംകോട്ട ദേവസ്വം ബോർഡില് 85 അധ്യാപകരുള്ളതിൽ 3 പേരാണ് പട്ടികജാതിക്കാരുള്ളത്. അതുപോലെ ഇരുവല്ലിക്കര അയ്യപ്പ കോളേജില് 27 2 SC-ക്കാരാണുള്ളത്. പരിമല പമ്പ കോളേജിലെ 45 അധ്യാപകരില് 5 പേരാണുള്ളത്. തലയോലപ്പറമ്പിൽ തലയോർവം DB കോളേജില് 47 അധ്യാപകരില് കേവലം 14 പേരാണ് OBC-ക്കാരുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ കേരള ഗവൺമെന്റിലെ ജനങ്ങൾ ശമ്പളം കൊടുക്കുന്ന ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് അധ്യാപകരെന്ന് പറയുന്നത് 1% 2% പോലും പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നോ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നോ ലഭിക്കുന്നില്ല. അപ്പൊ സാറ് പറഞ്ഞതുപോലെ കേരളത്തിൽ വിദ്യാഭ്യാസപരമായ വലിയൊരു വിസ്ഫോടനം നടന്ന കേരളത്തില് ആയിരക്കണക്കിന് അല്ലെങ്കിൽ പറയുന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളോ അതുപോലെ തന്നെ MPhilകാരും ഡോക്ടറേറ്റുകാരും ഉള്ള ഒരു രാജ്യത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഒരാൾക്ക് പോലും ആ പ്രദേശത്തേക്ക് എത്തി നോക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളില് ഒരെണ്ണം പോലും ഉണ്ടാവുന്നില്ല. NSSന്റെ ഒരു കോളേജിലും ആർക്കും ഇല്ല. മറിച്ച് അവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാവുന്നത് അനധ്യാപകരായിട്ടുള്ള അല്ലെങ്കിൽ തൂപ്പുകാര് അതുപോലെ വെള്ളം കോരികളും വിറകുവെട്ടുകാരുമായി അപൂർവം ചില ആൾ വിരലിൽ എണ്ണാവുന്നുണ്ട് എന്നൊഴിച്ചാൽ ഏറ്റവും ഉന്നതമായ ഉദ്യോഗസ്ഥ മേഖലയിലേക്ക് ഇന്ത്യയിലെ ഭരണഘടന നൽകുന്ന സംവരണത്തെ 100% തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കവെയാണ് ഈ കേരളത്തിലും 10% EWSലേക്ക് നമ്മൾ പോകുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം കണക്കുകൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ അവസ്ഥ എന്താണല്ലേ ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗക്കാർ 22%, 57% OBC-ക്കാർ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളുടെ പ്രാതിനിധ്യം കഴിഞ്ഞ 74 വർഷമായി എന്തുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ 1935 മുതൽ സംവരണമുണ്ട്. അതെ, അപ്പൊ 35 മുതൽ കേരളത്തിൽ സംവരണം നടന്നിട്ട് ഇതാണ് കേരളത്തിലെ അവസ്ഥ എങ്കിൽ എന്തായിരിക്കും ആ ഇന്ത്യയിലെ അവസ്ഥ എന്നുള്ളതാണ് നാം ചോദിക്കേണ്ടത്. അത് തന്നെ വളരെ കൃത്യമായും ഈ പറയുന്ന അവസ്ഥയെ ബോധ്യപ്പെടുത്തുന്നതാണ്. സാർ മുമ്പ് ഇന്ത്യയിലെ ജഡ്ജിമാരുടെ കണക്ക് പറഞ്ഞു. ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസുമാരിൽ ഗതികേടിന് ഓരോ പട്ടികജാതിക്കാരൻ വന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ വന്നിട്ട് വലിയ പ്രയോജനം ആർക്കുണ്ടായാലും അങ്ങർക്ക് പോലും പ്രയോജനം ഉണ്ടാകാത്ത ഒരു കാര്യമാണ്. മറിച്ച് 5 വർഷത്തെ ജഡ്ജിമാരിലെ 76% പേരും മുന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളാണ്. ഇപ്പൊ ഇരിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. 12% OBC, 3% SC, 1% ST എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഉന്നത മേഖലകളിൽ അല്ലെങ്കിൽ ഔദ്യോഗിക മേഖല ഇത് കോടതിയുടെ മാത്രം പ്രശ്നമല്ല. ഇന്ത്യയിലെ VC-മാര് അല്ലെ ഇന്ത്യയിലെ കമ്മീഷണർമാര്, സൈനിക ഉദ്യോഗസ്ഥന്മാര്, അധികാരത്തിലിരിക്കുന്ന ആളുകള്, അതുപോലെ തന്നെ നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് പോകുന്നവര്, IAS, IFS ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിലെ കണക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസില്, ഉപരാഷ്ട്രപതിയുടെ, രാഷ്ട്രപതിയുടെ ഓഫീസുകള് വളരെ കൃത്യമായ കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ഒരിടത്ത് പോലും പട്ടികജാതി പട്ടികവർഗത്തിന്റെ സംവരണം കൊടുത്തിട്ട് ആ സംവരണത്തിന്റെ 1% പോലും എത്തിപ്പോരാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് 3/4 നൂറ്റാണ്ടിന്റെ അനുഭവമാണ് എങ്കിൽ ഇനിയും നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. വളരെ കൃത്യമായി ഇന്ത്യയിലെ മുഴുവൻ പ്രജകൾക്കും ജനസംഖ്യാനുപാതികമായിട്ടുള്ള സംവരണം ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായ ഒരു കണക്ക് അതിനുണ്ടായിരിക്കണമെന്നാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രശ്നം. അതെ, അതിനകത്ത് അതിന്റെ ഒരു ചരിത്രവും കൂടി നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ കൊളോണിയൽ കാലത്താണ് 1870-കളിലും 80-കളിലുമാണ് ബ്രിട്ടീഷ് ഭരണകൂടം ഇത് ആരംഭിക്കുന്നതെന്ന് നാം പറഞ്ഞു. അപ്പൊ അതിനുശേഷം യഥാർത്ഥത്തിൽ 31 വരെ അത് വ്യക്തമായി നടക്കുകയുണ്ടായി. 31-ലാണ് കൃത്യമായിട്ട് കാസ്റ്റും റിലിജിയനും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള അവസാനത്തെ ഒരു സെൻസസ് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ നടന്നത്. അതിനുശേഷം 41-ൽ അത് പൂർണ്ണമായി നടപ്പാക്കാൻ സാധിച്ചില്ല. ഭരണ കൈമാറ്റം നടന്നുകൊണ്ടിരുന്നുണ്ട്. അതിനുശേഷം വന്ന നെഹ്റുവിന്റെ ക്യാബിനറ്റ് വന്നതിന് ശേഷം 51-ലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സെൻസസ് നടന്നത്. അന്ന് നെഹ്റു അടക്കം വളരെ നിശിതമായ നിലപാടെടുത്തുകൊണ്ട് നെഹ്റുവിയൻ ദേശീയവാദ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, ഗാന്ധിയൻ നെഹ്റുവിയൻ ദേശീയവാദത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പൂനാ പട്ടണി ആവർത്തിച്ചുകൊണ്ട്, അതായത് പിന്നെ ദളിതരുടെ പ്രാതിനിധ്യത്തിനെതിരെ മരണം വരെ ആദ്യമായി താൻ ഉപവസിക്കും, താൻ മരിച്ചാലും ഹിന്ദുക്കളെ വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദളിതരുടെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തെ അട്ടിമറിച്ച ആളാണ് ഗാന്ധിജി എന്ന കാര്യവും നാം ഓർക്കേണ്ടതുണ്ട്. അയ്യപ്പനാണ് പിന്നെ സഹോദരനാണ് അന്ന് എഴുതി വിട്ടത് പൂനാ പട്ടിണിയാണ് ഇത്.
പൂനാ പട്ടിണിയാണ് ഇത്. അതായത് ബ്രാഹ്മണ്യത്തിന്റെ എക്കാലത്തെയും വലിയ പട്ടിണിവാദമായിരുന്നു. പട്ടിണി സമരത്തിലൂടെ പ്രതിയോഗിയെ ധാർമ്മികമായി പിടിച്ചു കുലുക്കിക്കൊണ്ട് നിലം പറ്റിക്കുക. അപ്പൊ അത് മാനവികതയുടെ തലത്തിൽ അംബേദ്കർ അന്ന് വിട്ടുകൊടുത്തു. 32-ൽ അംബേദ്കർ വിട്ടുകൊടുത്തു. കാരണം തന്റെ ഒരു നിലപാട് കൊണ്ട് തന്റെ ജനതയുടെ പ്രാതിനിധ്യ അവകാശത്തിന് വേണ്ടി ഒരു ദേശീയ നേതാവിന്റെ ജീവൻ പോകേണ്ടതില്ലല്ലോ, അത് കലാപങ്ങളിലേക്ക് നയിക്കും. സാധാരണ ദലിതരുടെ മുകളിൽ കുതിര കയറാനുള്ള ഒരു അവസരം വംശഹത്യക്കെതിരെയുള്ള ഒരു ഭീഷണി ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അന്ന് വിട്ടുകൊടുത്തു. മാനവികതയുടെ തലത്തിൽ വഴങ്ങി. പക്ഷേ ഈ പറയുന്ന വട്ടമേശ സമ്മേളനങ്ങൾക്ക് പോകുന്ന കാലം മുതൽ ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെന്റേഷൻ എന്ന കാര്യം അദ്ദേഹം പ്രത്യേകം കൊണ്ടുവന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് അദ്ദേഹം വളരെ പണിപ്പെട്ട് ബംഗാളിൽ പോയി മുസ്ലിം ലീഗിന്റെ പോലും സഹായത്തോടുകൂടി അദ്ദേഹം ജയിച്ചു വന്നാണ് അതിലേക്ക് വന്നതിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനുമായി. അന്നാണ് ഫണ്ടമെന്റൽ റൈറ്റിൽ ചാപ്റ്റർ 3-ൽ ഫണ്ടമെന്റൽ റൈറ്റിലാണ് ഇവിടെ പറഞ്ഞതുപോലെ 16(4) അതുപോലെ തന്നെ 15(4) ഇങ്ങനെയുള്ള അനുച്ഛേദങ്ങൾ അതൊക്കെ ഇപ്പൊ മാറ്റി എഴുതി കഴിഞ്ഞു. ഈ 103-ാം ഭേദഗതി അതിനെ മാറ്റിക്കൊണ്ട് അതിനകത്ത് ഭരണഘടനയുടെ ക്യാൻസർ ആയിട്ടുള്ള അകത്ത് തന്നെ വിഷം കുത്തിവെച്ച് കളഞ്ഞു. ഇനി അധികം നാൾ ഭരണഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അടിസ്ഥാന തത്വത്തെയാണ് പിന്നെ ഇല്ലാതാക്കിയിരിക്കുന്നത്. അപ്പൊ അന്ന് മുതൽ അംബേദ്കർ വളരെ സുചിന്തിതമായി അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു നിലപാടാണ് ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ്. അത് പ്രത്യേകിച്ചും ഈ ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്നത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് എന്നാണ്. ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ അൺറെപ്രസെന്റഡ് എന്നാണ്. ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ അവര് പെണ്ണിലേക്ക് വലിഞ്ഞു നിൽക്കുന്നു, സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. പിന്നെയോ അവർക്ക് പ്രാതിനിധ്യമില്ല എന്നാണ് അൺറെപ്രസെന്റഡ്. ഫോർവേഡ് എന്ന് പറഞ്ഞാലോ ഓവർ റെപ്രസെന്റഡ്, അമിത പ്രാതിനിധ്യത്തിൽ. ഞാൻ പറഞ്ഞ പോലെ 10% ഉള്ളവർ ഒരു ജാതി ഹിന്ദു വിഭാഗം ദേവസ്വം ബോർഡിൽ 96% കൈയാളും. അല്ലെങ്കിൽ 12% ഉള്ള ഒരു ജാതി ഹിന്ദു വിഭാഗം അവര് പൊതുമേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും 60-70% കൈയാളിക്കൊണ്ടിരിക്കുന്നു. അതിനാണ് ഓവർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനാണ് യഥാർത്ഥത്തിൽ ഫോർവേഡ് എന്ന് പറയുന്നത്. ഫോർവേഡ് എന്ന് കോൺസ്റ്റിറ്റ്യൂഷണലായി പറഞ്ഞാൽ അർത്ഥം ഓവർ റെപ്രസെന്റഡ് എന്ന് പറഞ്ഞാൽ അമിത പ്രാതിനിധ്യത്തിൽ ഇരിക്കുക. തങ്ങളുടെ ജനസംഖ്യയെക്കാളും 3, 4, 5 മടങ്ങ് ഇരട്ടി പ്രാതിനിധ്യം മറ്റുള്ളവരുടെ കവർന്നെടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ബാക്ക്വേർഡ് എന്ന് പറഞ്ഞ അർത്ഥമോ അണ്ടർ റെപ്രസെന്റഡ്, പ്രാതിനിധ്യമില്ലാത്തവർ, പ്രാതിനിധ്യരാഹിത്യം അനുഭവിക്കുന്ന അവരുടെ ജനസംഖ്യയുടെ പകുതി പോലും അവർക്ക് പ്രാതിനിധ്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ 10-1 പോലും കിട്ടുന്നില്ല. ദളിതരെയും പിന്നെ പട്ടിക വിഭാഗക്കാരെയും ഒക്കെ തന്നെ അപേക്ഷിച്ച് അത് വളരെ വസ്തുതയാണ്. ഇന്ത്യയിൽ ഇന്ന് മുസ്ലിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് ഒരു മേഖലയിലും, പ്രത്യേകിച്ച് പാർലമെന്റ് മുതൽ പഞ്ചായത്ത് വരെയുള്ള ഒരു മേഖലയിലും പ്രാതിനിധ്യമില്ലാത്തവരാക്കി അവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പൗരത്വം പോലും ഇല്ലാതാക്കുക. ഇപ്പൊ ഇലക്ഷന് മുമ്പ് പൗരത്വത്തിന്റെ കാര്യവും കൂടി തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ ഈ സെൻസസ് നടത്താൻ പോകുന്നത്. ഇലക്ഷന് ശേഷം മാത്രമേ ഇനി ഇപ്പോ പെരുമാറ്റച്ചട്ടം ഓൾറെഡി രംഗത്തേക്ക് വരും. അപ്പൊ ഈ ഇലക്ഷന് ശേഷം മാത്രമേ ഒരു സെൻസസ് നടക്കാൻ കഴിയൂ. അതെങ്കിലും നമുക്ക് യഥാർത്ഥത്തിൽ ഈ സ്ഥിതി വിവര കണക്കുകൾ, ഈ സാമൂഹ്യ വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ, ജാതി വിഭാഗങ്ങൾ, സമുദായങ്ങൾ, ഇവരുടെയൊക്കെ കൃത്യമായ ജനസംഖ്യ കണക്കാക്കുകയും അവരുടെയൊക്കെ പ്രാതിനിധ്യം പൊതുമേഖലയിൽ എവിടെയൊക്കെ വിദ്യാഭ്യാസ രംഗത്തും സേവന രംഗത്തും പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഒക്കെ തന്നെ എവിടെയൊക്കെ എവിടം വരെ വന്നിട്ടുണ്ട്, അവർക്ക് മതിയായ ഏതെങ്കിലും തരത്തിലുള്ള പ്രാതിനിധ്യം കിട്ടിയോ എന്ന സ്ഥിതിവിവരക്കണക്ക് പുറത്തേക്ക് വരണം. അപ്പൊ അതിന്റെ ഒരു ചരിത്രം കൂടി നാം നോക്കണം. ആ ബ്രിട്ടീഷുകാരുടെ അവസാനത്തെ 31-ൽ മാത്രമാണ് അത് എടുത്തത്. 51 മുതൽ നെഹ്റു അത് ഇല്ലാതാക്കി. മാത്രമല്ല ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ അംബേദ്കർ എഴുതിയ ഒരു ഡ്രാഫ്റ്റ് ഈ പറയുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെയും കൂടി സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് അൺറെപ്രസെന്റഡ് ആയിട്ടുള്ള ക്ലാസുകളുടെയും കൂടി വർഗ ബഹുജനങ്ങളുടെയും കൂടി കണക്ക് പരിശോധിച്ച് അവരുടെ പിന്നെ പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്നൊരു നോട്ട് അംബേദ്കറുടെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു കമ്മീഷൻ, കാക്കാ കലേക്കർ കമ്മീഷൻ നിയമിക്കേണ്ടി വന്നു 53-ൽ. അവര് അന്ന് തന്നെ കാസ്റ്റ് സെൻസസ്, കാക്കാ കലേക്കർ കമ്മീഷന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശം കാസ്റ്റ് സെൻസസ് കൃത്യമായിട്ട് എടുത്ത് പ്രാതിനിധ്യ വിഷയത്തെ അഡ്രസ് ചെയ്ത് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കും. അത് ചവിട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. അംബേദ്കറുടെ അനൈഹിലേഷൻ ഓഫ് ദ കാസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ട ആള് പ്രസിദ്ധീകരിച്ചില്ല, നെഹ്റുവാണ് അത് മുടക്കിക്കൊണ്ടത്. അവസാനം അംബേദ്കർ സ്വന്തം കാശെടുത്ത് പ്രസിദ്ധീകരിക്കുകയായിരുന്നു. അപ്പോ അതുപോലെ കാക്കാ കലേക്കർ കമ്മീഷൻ റിപ്പോർട്ട് പിന്നാക്ക വിഭാഗങ്ങൾ ഏറ്റവും വലിയ, അതായത് പിന്നീട് മണ്ഡൽ കമ്മീഷൻ 80-കളിൽ 72-80-ൽ കണ്ടെത്തിയ എത്രയാണ്? 52% ജനസംഖ്യയാണ് ഇന്ത്യൻ ജനസംഖ്യയിൽ പിന്നാക്ക വിഭാഗങ്ങൾ മാത്രം എടുത്താൽ. അപ്പൊ അവർക്കാണ് 52% ഒരിക്കലും അവർക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ കഴിയില്ല. അതിന് വളരെ നോമിനലായിട്ട് കുറച്ച് 27 എന്നുള്ളതാണ്. അത് വി പി സിംഗ്
നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ഭാരതീയ ജനതാ പാർട്ടിയും അടക്കമുള്ള വലതുപക്ഷ ശക്തികൾ, ഇവിടെ പറഞ്ഞ പോലെ ഗോസ്വാമി അടക്കം തീ കൊളുത്തി തീയാട്ടങ്ങൾ നടത്തി ജനാധിപത്യത്തിനെതിരായിട്ടുള്ള ദ്വിജ കലാപങ്ങൾ നടത്തിക്കൊണ്ടാണ് വലിയ റൈറ്റിംഗ് അതാണ്. അപ്പൊ എല്ലാ വൃദ്ധരെയും തീ കൊളുത്തുക, അവരെയും ബോധപൂർവമല്ല, ചതി പോലെയാണ് ന്യായീകരിച്ച വിവേകാനന്ദൻ അടക്കം ന്യായീകരിച്ച സതി പോലെ. അവര് നേരിട്ട് ചാകുന്നതല്ല, നേരിട്ടാരും തീ കൊളുത്തി മരിക്കില്ല, അവർക്ക് തീ കൊളുത്തുകയാണ്. അല്പം മണ്ണെണ്ണ ഒഴിക്കുന്നു, പുറകെ നിൽക്കുന്നത് തീ കൊളുക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമാണ്. പലരും പിന്നെ ഈ പറയുന്ന ജാതി ഹിന്ദുക്കൾ പോലുമല്ല. അപ്പോ അങ്ങനെ ടാറ്റ കലേക്കർ കമ്മീഷൻ റിപ്പോർട്ട് നെഹ്റു ചവിട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. ഇന്ദിരാഗാന്ധി അത് അമർത്തി പിടിച്ചുകൊണ്ടിരുന്നു. മൊറാർജി ദേശായി ജനതാ ഗവൺമെന്റ് വന്നപ്പോൾ മാത്രമാണ് മണ്ഡൽ കമ്മീഷൻ BP മണ്ഡലിന്റെ നേതൃത്വത്തിൽ പ്രാതിനിധ്യമില്ലാത്ത ഈ 52% അതായത് ഇന്ത്യൻ ജനസംഖ്യയുടെ പിന്നെ ഏറ്റവും സിംഹഭാഗം 52% വരുന്ന ഈ ജനവിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് മണ്ഡൽ കമ്മീഷൻ കൊടുക്കുകയും അവർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് മൊറാർജി പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അത് വീണ്ടും രാജീവ് ഗാന്ധിയും പാർട്ടികളും അധികാരത്തിലേക്ക് വന്നു. രാജീവ് ഗാന്ധി അത് തൊട്ടതേയില്ല. അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ പിന്നെ ഇതിനെക്കുറിച്ച്, ജാതി സെൻസസിനെ കുറിച്ച് നമ്മുടെ മോദി പറയുന്നത് പോലെ ആയിരുന്നു രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞത്. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, സ്റ്റാറ്റസ് കോയെ തകർക്കും. കാരണം ഈ B2 K2 ആണ് 80-90% നിറഞ്ഞിരിക്കുന്നത്. അവരുടെ സ്റ്റാറ്റസ് കോ, തൽസ്ഥിതി അസ്ഥാനത്തായപ്പോൾ അപകടത്തിലാണ്. അവരുടെയൊക്കെ അമിതമായി കവർന്നെടുത്തിരിക്കുന്ന വിഭവ അധികാര പങ്കാളിത്തം തകരും. അതുകൊണ്ട് അത് തൊടേണ്ട, അത് വലിയൊരു പ്രശ്നമാണ്, ശുദ്ധിയുടെ പ്രശ്നമാണെന്നാണ് മോദി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ നമ്മുടെ VP സിംഗ് വന്നപ്പോഴാണ് അദ്ദേഹം ഇത് നടപ്പാക്കുകയും അതിനെ തകർക്കാനാണ് ഈ രാമക്ഷേത്രം പള്ളി പൊളിക്കുന്ന തരത്തിലേക്ക് പോലും. പള്ളി പോലും പൊളിച്ചത് മണ്ഡലിന്റെ ഈ കമണ്ഡലും ആയിട്ട് കൊണ്ടുവന്ന് മസ്ജിദ് തകർക്കുക. അതിന്റെ അടുത്തോ എവിടെയെങ്കിലും കൊടുക്കാമല്ലോ, അവര് തന്നെ വേണമെങ്കിൽ, മുസ്ലിങ്ങൾ തന്നെ വേണമെങ്കിൽ സ്ഥലവും പൈസയും പണിതും കൊടുത്തേരും. അപ്പൊ അതിന് അവിടെ തന്നെ 500 വർഷത്തോളമായി നിലനിൽക്കുന്ന ആ പള്ളി തന്നെ പൊളിച്ച് അവിടെ തന്നെ അത് പണിയണം. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന ഒത്തുതീർപ്പ് അതൊരു മനുഷ്യർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു സംഭവമല്ല. പക്ഷെ പരമപ്പന്റെ നീതിപീഠത്തെ നാം അംഗീകരിക്കുന്നു നിയമവാഴ്ചയുടെ എന്ന രീതിയിൽ. പക്ഷെ അവിടെ ഇങ്ങനെ പ്രധാനമന്ത്രി തന്നെ വന്ന് അവിടെ ശിലാന്യാസവും പ്രതിഷ്ഠാപനവും ഒക്കെ നടത്തുന്ന രീതിയിലേക്ക് ഒരു തികഞ്ഞ മതവർഗീയ ഭരണകൂടമായി ഇന്ത്യ അധപ്പതിക്കുന്നത് ഏതെങ്കിലും ജനായത്തവാദികൾക്ക്, ഭരണഘടനാവാദികൾക്ക്, സത്യവും നീതിയും അംഗീകരിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതിന്റെ ഒരു ദീർഘമായ ഒരു ചരിത്രവും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സാർ, ഈ സംവരണത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ സാമൂഹ്യ ചിന്തകരും എല്ലാം വളരെ പെട്ടെന്ന് പുരോഗമനകാരികളാണ്. എന്താണ് അന്നേരം അവർ പറയാം, ജാതി എവിടെയാണ്, നമുക്ക് ജാതിയില്ല. വളരെ കൃത്യമായിട്ട് അവർ പറയുകയും അതുമാത്രമല്ല ഇപ്പം തന്നെ പറയുന്നത് ജാതി സെൻസസ് ജാതി കലാപത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ വീണ്ടും നമ്മൾ കണക്കിലേക്ക് വരുമ്പോൾ ഇന്ത്യയില് ഇന്നും മലം കോരുന്ന 13 ലക്ഷത്തിലേറെ ജീവനക്കാരുണ്ട് ഇന്ത്യയിൽ മൊത്തത്തില്. റെയിൽവേയില് 1.5 ലക്ഷത്തോളം ജീവനക്കാര് ഈ ഒരു പ്രക്രിയ മാത്രം ചെയ്യുന്നവരുണ്ട്. ഇനി കേരളത്തിലേക്ക് വന്നാല് കേരളത്തിൽ 26,000 ദളിത് കോളനികളുണ്ട്, 1400 പട്ടികവർഗ കോളനികളുണ്ട്, തീരദേശവാസികളുണ്ട്, തോട്ടമേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തെരുവ് ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. ഈ ആളുകളെല്ലാം ആരാണ് എന്ന് പരിശോധിച്ചാൽ മണ്ഡൽ കമ്മീഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ദാരിദ്ര്യമേഖല, ഇന്ത്യയിലെ തെരുവുകളിൽ ജീവിക്കുന്ന മനുഷ്യരിൽ അത് കോടിക്കണക്കിന് കൃത്യമായ കണക്കുണ്ട്. ആ മനുഷ്യരിൽ ഒരാള് പോലും സവർണരായിട്ടുള്ളവരില്ല. 26,000 ദളിത് കോളനികളിൽ താമസിക്കുന്നവരില് ആരും ഒരു സവർണന്മാരില്ല. ഈ പറയുന്ന 13 ലക്ഷം തോട്ടികള് പണിയെടുക്കുന്ന തോട്ടികൾക്കിടയില് ഒരു സവർണന്മാരും ഇല്ല. അപ്പോൾ വളരെ കൃത്യമായും ഇന്ത്യൻ സമൂഹം എന്താണ് എന്നും ഇന്ത്യയിലെ ജാതിയുടെ അവസ്ഥ എന്താണ് എന്നും വളരെ കൃത്യമായി അടയാളപ്പെടുത്തപ്പെടുന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയിലെ ദേശീയ ക്രൈം ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയില് 16 മിനിറ്റിൽ ഒരു പട്ടികജാതിക്കാരൻ കൊല്ലപ്പെടുന്നുണ്ട്. 4 ദളിത് സ്ത്രീകൾ ഒരു ദിവസം ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ആഴ്ചയിൽ 13 പേര് കൊല്ലപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ കണക്കല്ല, ദേശീയ ക്രൈം ബ്യൂറോയുടെ കണക്കാണ്. വളരെ കൃത്യമായും ഇന്ത്യയിൽ അത്ര ഭയാനകമായി പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്ന ആൾ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും പൂർണ്ണമായും സാമൂഹികമായി ബഹിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്ത്യയിൽ എന്ന് നിലനിൽക്കുന്നുണ്ട് എന്നിരിക്കുമ്പോൾ ജാതി അല്ലാതെ മറ്റെന്താണ് സംവരണത്തിന്റെ മാനദണ്ഡമായിട്ട് കൊണ്ടുവരാൻ കഴിയുക? ഇപ്പൊ സാറിവിടെ പറഞ്ഞു, നമ്മളിവിടെ ഇപ്പൊ സാറ് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അംബേദ്കർ റെപ്രസെന്റേഷന് വേണ്ടി വാദിക്കുകയും
ഇരട്ടമണ്ഡലം ദ്വയാംഗ മണ്ഡലം എന്നുള്ള തന്റെ ആവശ്യ പൂന കരാറിലൂടെ പിൻവലിച്ചുകൊണ്ട് സംവരണം അദ്ദേഹം അംഗീകരിക്കുകയും സംവരണ ചില പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് പ്രത്യേകമായ മണ്ഡലം അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ ഇന്ത്യയിലോ കേരളത്തിലോ ഈ 14 പേര് കേരളത്തിലെ നിയമസഭയിൽ ഇരിപ്പുണ്ട് പട്ടികജാതിക്ക്, അല്ലെ? ആരുടെയെങ്കിലും പട്ടികജാതിക്കാരുടെ അവകാശത്തിന് വേണ്ടി അവരെന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 21 മന്ത്രിമാരുള്ളതിൽ സാറ് തുറന്നു പറഞ്ഞില്ലൊരു 11 പേര് നായന്മാരാണ്. ഒരേ ഒരു പട്ടികജാതി മന്ത്രിയോൾ. എന്താ ഒരു പട്ടികജാതി മന്ത്രിയോട് അല്ല, ശതമാനം അനുസരിച്ചാണെങ്കിൽ എന്ത് 2-3 മന്ത്രി ഉണ്ടാകേണ്ടതാണ്, അല്ലെ? അപ്പൊ ഇവര് നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മളെല്ലാം ജാതി വിരുദ്ധന്മാരാണ്, ജാതിക്കെതിരാണ്, ഞങ്ങൾക്ക് ജാതിക്ക് അതീതമായി മതത്തിന് അതീതമായി ചിന്തിക്കണമെന്ന് പറയുകയും അവകാശങ്ങൾ കൊടുക്കേണ്ടി വരുമ്പോൾ വളരെ സ്വാഭാവികമായും ഇടതുപക്ഷമായാലും കൊള്ളാം വലതുപക്ഷമായാലും കൊള്ളാം ഒരുപോലെ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളെ തള്ളിക്കളയുന്നതുമായ കണക്കുകൾ വളരെ കൃത്യമായി നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് വരുന്നില്ല. നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ ഇത് 100% കണക്ക് വളരെ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളില്, കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളില് എവിടെയൊക്കെയാണ് എത്ര ശതമാനം പേർക്കാണ് സംവരണം അനുസരിച്ച് ജോലി കിട്ടിയിട്ടുണ്ടെന്നുള്ളതുണ്ട്. അപ്പോൾ വളരെ കൃത്യമായും ജാതി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയയിലെ ഏറ്റവും കൃത്യമായി വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് എന്നതുകൊണ്ട് തന്നെ ആണ് ജാതി സെൻസ് വളരെ പ്രസക്തമായിരിക്കുന്നത് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാറുള്ളത്. അതെ, തീർച്ചയായിട്ടും അത് നമുക്കറിയാം. ജാതി സമൂഹത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ജാതിയാണ്. യൂറോപ്പിൽ വർഗം എന്ന് പറയുന്നതിനേക്കാളും വളരെ രൂഢമൂലമായിട്ട് മനുസ്മൃതിയുടെ കാലമായിട്ടുള്ള കഴിഞ്ഞ 2000 വർഷമായിട്ട് ഇവിടെ ദണ്ഡനീതിയിലൂടെ ചവിട്ടി ഉറപ്പിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ജാതി വർണ്ണ വ്യവസ്ഥ അനുസരിച്ചാണ് മനുഷ്യ അവകാശങ്ങളും മനുഷ്യ പദവി പോലും കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അതിന് ഒരുപാട് നമുക്കറിയാം. അതിന്റെ ഉദാഹരണങ്ങളൊന്നും ഞാൻ പറയേണ്ടതില്ല. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര നമുക്കറിയാം. അദ്ദേഹം വില്ലുവണ്ടി വാങ്ങാൻ മാത്രം അദ്ദേഹം വാങ്ങിക്കൊണ്ടുവരാൻ പറ്റും, പക്ഷേ അത് നഗരവീഥികളിലൂടെ ഓടിക്കാൻ പറ്റുന്നില്ല. ജാതിയാണ് പ്രശ്നം. അതുപോലെ തന്നെ ആലുംമൂട്ടിൽ ചാന്നാർക്ക് ഫോറിൻ കാർ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം, പക്ഷെ അത് പൊതുവഴികളിലൂടെ ഓടിക്കാൻ കഴിയുന്നില്ല. ജാതിയാണ് പ്രശ്നം. നാരായണ ഗുരുവിന്റെ തന്നെ കാറിന്റെ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കപ്പെടുന്നു. അദ്ദേഹം ഒരു മെത്രാപ്പൊലിത്തയുടെ മേനാവിൽ കയറുമ്പോൾ അത് ചോവന് കയറാൻ പറ്റുമോ എന്ന് ഗുരു പ്രത്യേകിച്ച് ചോദിക്കേണ്ടി വരുന്നു. അപ്പൊ ഇത് ജാതിയാണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് ആർക്കും സംശയമില്ല. പക്ഷേ ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് സ്ഥിതിവിവര കണക്കുകൾ സാമ്പത്തികം കൊണ്ട് ഇത് മാറുമെങ്കിൽ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ടാക്സ് പേയർ ആയിരുന്നു ആലുംമൂട്ടിൽ ചാന്നാർ. ഞാൻ പറഞ്ഞ ഈ മോറിസ് കാർ ഇമ്പോർട്ട് ചെയ്ത ആള് ഏറ്റവും വലിയ നികുതിദായകനാണ്. പിന്നെ ഖജനാവിൽ പ്രശ്നം വരുമ്പോൾ പിന്നെ ഇവിടുന്ന് ആലുംമൂട്ടിൽ നിന്നാണ് പ്രത്യേകിച്ച് പൈസയും പിന്നെ റിസർവ് ആയിട്ടുള്ള ഗോൾഡും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അത്രയും വലിയ നികുതിദായകന് പോലും തീണ്ടലാണ്. ശൂദ്രനായ ഡ്രൈവർ ഇതുപോലെ ക്ഷേത്ര വഴിയിൽ കണ്ടിയൂർ അമ്പലത്തിന്റെ ചുറ്റും വരുമ്പോൾ, എളവാക്കുളം പോരാട്ടം നടന്ന സ്ഥലമാണ്. അപ്പൊ ഇതുപോലെ തന്നെ മാവേലിക്കര കണ്ടിയൂർ അമ്പലത്തിന്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് വരുമ്പോൾ ഈ കാറിൽ നിന്ന് ചാന്നാർ ഇറങ്ങി തീണ്ടാപ്പാട് അകലെ കൂടി പാടത്തുകൂടി നടന്ന് വരണം. ശൂദ്രനായ ഡ്രൈവർക്ക് ഇരുന്ന് ഈ വഴികളിലൂടെ പോവാം. ആനപ്പുറത്ത് വന്നാൽ ഇതാണ് സ്ഥിതി. ചാന്നാര് ഇറങ്ങി തീണ്ടാപ്പാട് അകലെ കൂടി പാടവും കുളവും താണ്ടി വരണം. അപ്പോൾ ശൂദ്രനായ പിന്നെ ആനപ്പാപ്പാൻ അതിന് മുകളിലിരുന്ന് ആനയുമായിട്ട് പോകാം. ഇതായിരുന്നു പരിപാടി. ഡോക്ടർ പൽപ്പുവിന്റെ കാര്യം പറയണ്ട, ചോവന് ചെത്തുമതി എന്നാണ് പറഞ്ഞത്. പിന്നെ വിദേശത്ത് നിന്ന് അടക്കം മെഡിക്കൽ ബിരുദങ്ങളും ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞത് ചോവന് ചെത്തുമതി, നിനക്ക് ഇവിടെ പണിയില്ല. അപ്പൊ അതുകൊണ്ടാണല്ലോ അദ്ദേഹം മൈസൂർ സ്റ്റേറ്റിലേക്ക് പോയത്. അപ്പൊ ഈ രീതിയിൽ കേരളത്തിന്റെ നവോത്ഥാനം മലയാളി മെമ്മോറിയൽ 1891 1-ാം പേരുകാരനായി ഒപ്പിട്ട് അന്ന് പണി കിട്ടിയ KP ചങ്ങരമേനോനാണ് ഇവിടെ തീണ്ടൽപ്പുഴ 1905 അദ്ദേഹം കൊണ്ട് സ്ഥാപിച്ച ആദ്യത്തെ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള ഈ തിരുവിതാംകൂറിൽ ഒരു പ്രക്ഷോഭമാണ്. അപ്പൊ പ്രാതിനിധ്യവാദത്തിലൂടെ സമരത്തിലൂടെയാണ് തിരുവിതാംകൂറിൽ നായന്മാർക്ക് ഈ ദേവസ്വം ബോർഡിൽ 96% വരെ ആകാനുള്ള അവസരം കിട്ടിയത്. പക്ഷെ അവര് കയറി ഇതിനെ കോളനിവൽക്കരിക്കുകയും പിന്നെ ആരും കയറണ്ട, ഇത് ഡബിൾ ബെൽ അടിച്ചു വിട്ടോളൂ, പിന്നെ ഇത് നിർത്തണ്ട, ഞങ്ങളുടെ ബസ്സാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പൊ ഈ ചരിത്രങ്ങൾ, ഇന്ത്യ ചരിത്രമാകട്ടെ, ബ്രിട്ടീഷ് കൊളോണിയൽ സെൻസസ് അടക്കം കേരളത്തിന്റെ പ്രാതിനിധ്യ സമരങ്ങൾ, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം അടക്കമുള്ള സാർ ഇവിടെ സൂചിപ്പിച്ച 1935 ഈ പറയുന്ന സംവരണത്തിലേക്ക്, സാമുദായിക പ്രാതിനിധ്യത്തിലേക്കും പബ്ലിക് സർവീസ് കമ്മീഷൻ തിരുവിതാംകൂറിലും, TK മാധവന്റെ പൗരസമത്വ പ്രസ്ഥാനം, സഹോദരൻ അയ്യപ്പനൊക്കെ കൂടി പബ്ലിക് സർവീസ് കമ്മീഷൻ കൊച്ചിയിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ചരിത്രങ്ങളൊക്കെ നാം പറയുകയും നിവർത്തന പ്രക്ഷോഭത്തിന്റെ അടക്കമുള്ള പ്രാതിനിധ്യവാദത്തെ മുന്നോട്ട് കൊണ്ടുവരികയും പ്രാതിനിധ്യമില്ലാത്ത ജനവിഭാഗങ്ങളുടെ ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ല. ഈ പറയുന്ന ഒരൊറ്റ ഒലിഗാർക്കിയാണ്, നായർ നസ്രാണി ഒലിഗാർക്കിയാണ് കേരളത്തെ സമഗ്രമായി വിഴുങ്ങിയിരിക്കുന്നത്.
ബ്രാഹ്മണർക്ക് പോലും ഏതാണ്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള പറയാം സാറേ, ഈ സംവരണത്തെ ഇവർ എതിർക്കുന്നുണ്ടെങ്കിൽ ആദ്യം പറയാം നിവർത്തന പ്രക്ഷോഭത്തെ അവർ തള്ളി പറയണം. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ആ പ്രാതിനിധ്യ വിഷയത്തെ കുറിച്ചുള്ള അതിന്റെ പോരാട്ടങ്ങൾ അത് 19ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുന്നതാണ്. ഈ പറയുന്ന വഴി നടക്കാനും അമ്പലത്തിലേക്ക് പ്രവേശിക്കാനും ഒക്കെ തന്നെയുള്ള പോരാട്ടങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നടന്നതാണ്. തിളവാക്കുളം പോരാട്ടം 1806 1803 നങ്ങേലിയുടെ ആത്മബലി തിരുവിതാംകൂറിലെ മുലക്കരത്തിനെതിരായിട്ടുള്ളതായിരുന്നു. അവർണ സ്ത്രീകൾക്ക് മാത്രം കൊടുക്കേണ്ടി വന്ന ആ കരം മറയ്ക്കുന്നതിന് വേണ്ടി കൊടുക്കേണ്ടി വന്ന ആ കരം അത് അവസാനിപ്പിച്ചത് ചേർത്തലയിലെ നങ്ങേലിയുടെ പോരാട്ടമാണ്. അതുപോലെ തന്നെ യേശുവടിയാൾ, നീതിയടിയാൾ, ശകുന്തളാദേവി എന്നൊക്കെ പറയുന്ന നാടാർ സ്ത്രീകൾ അവരുടെ പോരാട്ടം 1820 മുതൽ തുടങ്ങിയിട്ടുള്ള അവരുടെ നാടാർ സ്ത്രീകളുടെ മാറുമറയ്ക്കാൻ വേണ്ടിയുള്ള പോരാട്ടം 1859 വരെ തുടർന്നിട്ടുള്ള പോരാട്ട പരമ്പരകൾ. ഇപ്പൊ നമ്മുടെ അതിന്റെ 200ാം വാർഷികവും കൂടിയാണ്. അതിന് 200ാം വാർഷികവും കൂടിയാണ്. ആറാട്ടുപുഴയുടെ പിന്നെ ജന്മത്തിന്റെ 200ാം വാർഷികമാണ്. അദ്ദേഹത്തിന്റെ ചരമത്തിന്റെ 150ാം വാർഷികമാണ്. അപ്പൊ ഈ തരത്തിലുള്ള നമ്മുടെ ജനങ്ങളുടെ പോരാട്ടത്തെ, കേരളത്തെ ജനായത്തവൽക്കരിച്ച പ്രാതിനിധ്യത്തിന്റെ സമര വഴികളെ കൂടി നാം ഓർത്തെടുക്കുകയും ആ പ്രാതിനിധ്യം എന്ന് പറയുന്ന ജനായത്തത്തിന്റെ അടിത്തറയെ അതിനെ ഊന്നി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒറിജിനൽ ഭരണഘടനയെ, ബാബാ സാഹേബ് വിഭാവനം ചെയ്ത ജനായത്ത ഭരണഘടനയെ വീണ്ടെടുക്കാനുള്ള, നിലനിർത്താനുള്ള ഒരു ശ്രമം വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലെങ്കിലും ഈ ജാതി സെൻസസ് തന്നെ അതിന്റെ ആദ്യ പടിയായിട്ട് അതിന്റെ വസ്തുനിഷ്ഠമായ സ്ഥിതിവിവര കണക്കുകൾ പുറത്താക്കുന്ന രീതിയിൽ ബീഹാർ നടത്തിയതുപോലെ അല്ലെങ്കിൽ കർണാടക നടത്തിയതുപോലെ മറ്റു നിരവധി സ്റ്റേറ്റുകൾ തമിഴ്നാട് അടക്കം നടപ്പാക്കാൻ പോകുന്നത് പോലെ കേരളവും അത് പ്രഖ്യാപിച്ച് എത്ര കോടി ചെലവ് വന്നാലും അത് ജനങ്ങളുടെ പൊതുവായ സമ്പത്തിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റു രീതിയിൽ കണ്ടെത്തിക്കൊണ്ട് അത് നടപ്പാക്കുക എന്ന നിലയിലേക്ക്, അത് നടപ്പാക്കുന്നവർക്കാണ് തങ്ങളുടെ സമ്മതിദാനം എന്ന ഒരു നിലയിലേക്ക് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു നിലപാട് ജനങ്ങൾ ശക്തിപ്പെടുത്തേണ്ട ഒരു കാലം കൂടിയാണ് എന്ന് ഞാൻ പറയുകയാണ്. സാറേ, നവീകരണ കാലഘട്ടങ്ങളിലെ കേരളത്തില് ജാതി അത്ര പ്രകടിതമായിരുന്നില്ല. അത് ആ പ്രകടിത ജാതിയെ അതിന്റെ മൂലവശങ്ങളെല്ലാം ചെത്തിക്കളഞ്ഞുകൊണ്ട് അതിനെ ഒരു അന്തരാള ജാതി അല്ലെങ്കിൽ അതിനെ ഒരു സൗമ്യപ്പെടുത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു യഥാർത്ഥ നവീകരണ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ജാതി വളരെ പ്രകടിതമാവുകയും ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളെയും നിയന്ത്രിക്കുന്നതിലും നടത്തുന്നതിലും നടത്തിക്കൊണ്ടു പോകുന്നതിലും ജാതി വളരെ പ്രകടമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ജനനം, മരണം, വിവാഹം തുടങ്ങിയ എല്ലാ കർമ്മങ്ങളിലും മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ അനുഷ്ഠാനങ്ങൾ, വിശ്വാസ പ്രമാണങ്ങളിലെല്ലാം അതിന്റെ എല്ലാം അടിസ്ഥാനം ജാതിയാണ്. എന്ന് പറഞ്ഞാൽ വിവാഹം നമ്മൾ പറയുമ്പോൾ പലരും പറയും മതാചാരമല്ല, പലരും ആലോചിക്കുന്നത് ജാത്യാചാരം. ഉദാഹരണം പറഞ്ഞാൽ താലി കെട്ടുന്നതും മതാചാരമല്ല, ഓരോ ജാതിക്കും ഓരോ താലിയാണ് കെട്ടുന്നത്. ഇപ്പൊ വൈക്കത്ത് നമ്മളെന്ന് പറയുമ്പോൾ വൈക്കത്ത് അമ്പലത്തില് ഇപ്പോഴും എന്താണ് പുലയന്റെ താലവും കമ്പാളന്റെ താലവും ഈഴവന്റെ താലവും എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളിപ്പോഴും പുരോഗമനം പറയുകയും ആവശ്യം വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചല്ലൂടെ താലപ്പൊലി എടുക്കുന്ന, മറിച്ച് ഓരോ ജാതിക്കും പ്രത്യേക താലം എടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ കേരളം വളരെയേറെ വേഗത്തിൽ, അതിവേഗത്തിൽ പുറകോട്ട് പോകുന്ന ആ ഒരു കേരളത്തിൽ ജായതേ ഇതി ജാതി എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ടുള്ളതാണ് ജാതി, അല്ല ജാതിയെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് ഇന്ത്യയിൽ മതം മാറാൻ നമുക്ക് അവകാശമുണ്ട്, പക്ഷെ ജാതി മാറാൻ യാതൊരു അവകാശവും ഇല്ല, ജാതി മാറാനായിട്ട് പറ്റത്തുമില്ല. പുലയൻ ക്രിസ്ത്യാനി ആയാലും അവൻ പുലക്രിസ്ത്യാനി ആവുകയുള്ളൂ, അല്ലാതെ അവനൊരിക്കലും അവിടെ ചാക്കോ ആയാൽ ചാക്കോ പുലയൻ എന്നവനെ വിളിക്കുന്നതല്ല, അല്ലാതെ അവൻ ആ പള്ളിയുടെ അവകാശത്തിലോ പള്ളിയുടെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവകാശത്തിലേക്കോ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന്റെ വിഭാഗബന്ധപ്പെടാൻ പോലുള്ള അവകാശങ്ങളില്ല. അത് മാത്രമല്ല ദുരഭിമാന കൊലകൾ വല്ല കേരളത്തിൽ ആരംഭിച്ചു, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്രയൊരു സാഹചര്യത്തിൽ ഈ പരസ്പരം തൊടാനും അല്ലെങ്കിൽ ഒന്നിക്കാനും കഴിയാത്ത സാമൂഹികമായ ഒരു ഡീഹ്യൂമനൈസേഷന്റെ അപമാനവീകരണത്തിന് ഭാഗമായിട്ടാണ് ജാതി ഇന്ന് നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് ജാതി പോയി, ജാതിയുമായ അവകാശം നമുക്ക് ലഭിക്കേണ്ടതില്ല. ജാതി അവകാശങ്ങളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ജാതി പോയി എന്ന് പറയുകയും ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലും ജാതി നിരന്തരമായി പരിവർത്തിക്കപ്പെടുകയും ജാതി കൊടികൾ കേരളത്തിലെ വീടുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഓരോ ജാതിക്കാരും ഇപ്പൊ നമുക്കിപ്പോ ഓരോ ഏരിയകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ പട്ടികജാതി കോളനി നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും, അല്ലെ പട്ടികജാതി കോളനി പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ സവർണർ താമസിക പ്രദേശങ്ങളിലെ ഇന്ന മഞ്ഞക്കൊടി കണ്ടാൽ, കാവിക്കൊടി കണ്ടാൽ, അല്ലെങ്കിൽ പീതക്കൊടി കണ്ട ഈ കൊടികൾ കാണുമ്പോൾ വളരെ കൃത്യമായി ഞങ്ങൾ ഇന്ന ജാതിക്കാരാണ് എന്ന് മുൻവശത്ത് അടയാളപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇവർ തന്നെയാണ് ജാതി സെൻസസിനെതിരെ നിലകൊള്ളുന്നത് എന്നുള്ളതൊരു ചരിത്രപരമായ വൈരുദ്ധ്യമല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും ജാതിത്തെറി കേൾക്കേണ്ടി വരികയാണ്. ഇപ്പൊ ജാതിയുടെ ഒരു ഭീകരത, മുഖ്യമന്ത്രിയെ പോലും ജാതിത്തെറി വിളിച്ചുകൊണ്ടാണ് തെരുവിൽ സോഷ്യൽ മീഡിയയിൽ വിളിച്ചുകൊണ്ടാണ്, മണിപ്പിള്ളയുടെ ജാതിത്തെറി വിളിച്ചുകൊണ്ടാണ് പശ്ചാത്തലത്തിൽ ഈ പറയുന്ന ദേവസ്വം ഓർഡിനൻസ് 2018 ശബരിമല
ശൂദ്രലഹളയുടെ, വിശ്വാസി തീണ്ടാരി ലഹളയുടെ നാമജപ ഘോഷയാത്രയുടെ ഒന്നാം ഭാഗത്തിന്റെ ഭാഗമായിട്ട് മണിപ്പിള്ളയുടെ ഈ മണിപ്രവാളം തെരുവിൽ മുഴങ്ങുകയും പിന്നണിയിലൂടെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ദേവസ്വം ഓർഡിനൻസ് പാസ്സാക്കിയെടുക്കുകയും 96% ഒറ്റ ജാതിക്കാരായിരുന്നിടത്ത് 10% സവർണർക്ക് മാത്രമുള്ള സാമ്പത്തിക സംവരണത്തിൽ കൂടി അത്രയും കൂടി കവർന്നെടുക്കുന്ന പരിപാടി. എന്നിട്ട് മാത്രമല്ല, യൂണിയൻ ഭരണകൂടത്തെ വെല്ലുവിളിക്കുകയും കൂടി ചെയ്തു. ഞങ്ങളിതാ കേരളത്തിൽ നടപ്പാക്കിയിരിക്കുന്നു, നിങ്ങൾക്കിത് കേന്ദ്രതലത്തിൽ നടപ്പാക്കാൻ ധൈര്യമുണ്ടോ എന്ന് സോഷ്യൽ മീഡിയയിലൂടെ മുഖ്യമന്ത്രിയും പ്രധാനപ്പെട്ട പാർട്ടി നേതാവും, അദ്ദേഹം ഇന്നില്ലെങ്കിൽ പോലും അദ്ദേഹവും ഇത്തരത്തിലൊരു വെല്ലുവിളിയും കൂടി നടത്തി. അപ്പൊ ഇങ്ങനെ എന്നിട്ട് ജാതിത്തെറി വിളിച്ച മണിപ്പിള്ളയുടെ വിഷയത്തെ ഒതുക്കിക്കളഞ്ഞു. അത് ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈമാണ്, ഭരണഘടനാ വിരുദ്ധമായ കുറ്റകൃത്യമാണ് ജാതി കുറ്റകൃത്യം, ജാതിത്തെറി വിളിക്കുക എന്നുള്ളത്. അത് മാനവരാശിക്കെതിരായിട്ടുള്ള, ആധുനിക നാഗരിക ജനായത്വ സമൂഹത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ കുറ്റകൃത്യമാണ്. അതിനെ ആർക്കും ക്ഷമിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിക്ക് പേഴ്സണലായിട്ട് ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത്. അതിന് മറ്റു പല തലങ്ങളുണ്ട്. ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈമാണ്. അതിനെ കൃത്യമായ നീതി നിയമ സംവിധാനത്തിന് വിടണം. അതിന് നമ്മുടെ നീതി വ്യവസ്ഥ അനുശാസിക്കുന്ന ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യണം. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, പിന്നണിയിലൂടെ ഇത് പാസ്സാക്കി ഇതിനെ അമിത്ഷായും മോദിയും വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇന്ന് സംഭവിക്കുന്നത് എന്താണ്? ഇന്ന് ദേവസ്വം മന്ത്രി, അദ്ദേഹം പ്രഖ്യാപിതമായിട്ട് ഒരു ദലിത് നിലപാട് കൂട്ടുള്ള ഒരു മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പൊതുചടങ്ങിൽ ഒരു സ്ഥാനത്ത് പോകാൻ കഴിയുന്നില്ല. എന്താണ്? പൊതുവേദിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ജോലിക്കാർ, ആ ദേവസ്വം ബോർഡിലെ ജോലിക്കാരും ശാന്തിക്കാരും പൂജാരിമാരും മന്ത്രിയെ അധിക്ഷേപിക്കുകയാണ്. പൊതുവേദിയിൽ വന്നിട്ട് അദ്ദേഹത്തിന് നേരിട്ട് കൈകൊണ്ട് കൊടുക്കുന്നില്ല, അദ്ദേഹത്തെ തൊടാൻ പറ്റുന്ന നിലത്ത് വെക്കുന്നു. മന്ത്രിക്ക് കൈമാറേണ്ട വിളക്ക് നിലത്ത് വെച്ചുകൊണ്ടാണ് ഒരു പൂജാരി, അതായത് ദേവസ്വം ബോർഡിന്റെ ഒരു ജീവനക്കാരൻ, ഈ മന്ത്രിയുടെ ഒരു ജീവനക്കാരൻ അദ്ദേഹത്തെ പൊതുവേദിയിൽ അധിക്ഷേപിക്കുകയാണ്. അദ്ദേഹവും ക്ഷമിച്ചാൽ കാര്യം തീരുമോ? ഇതിങ്ങനെ തുടർന്നാൽ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും മന്ത്രിമാരും ജാതി അധിക്ഷേപത്തെ ക്രിസ്തുവിനെ പോലെ കണ്ണടച്ച് കണ്ടില്ല എന്നടിച്ച് ക്ഷണിപ്പിച്ചുകൊണ്ടിരുന്നാൽ, ക്രിസ്തു അതിനെക്കുറിച്ചല്ല പറഞ്ഞത്, ക്ഷമിക്കണമെന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചല്ല, വേറൊരു തലത്തിലാണ് പറഞ്ഞത്. അപ്പൊ ഈ ജാതിത്തെറി പോലും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ കണ്ണടച്ചില്ലാതാക്കിക്കൊണ്ട് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും? ഇത്തരത്തിൽ അതിഭീകരമായ കിരാതത്വത്തിനും കള്ളത്തിനും മുമ്പിൽ അതിന് മുകളിൽ സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി അത് ചെയ്തതുകൊണ്ടാണ് ഇന്ന് ദേവസ്വം മന്ത്രിക്ക് പൊതുവേദിയിൽ അപമാനം നിരന്തരം നേരിടേണ്ടി വരുന്നത്. ഇത് ഓരോ മനുഷ്യനും, ഓരോ വിദ്യാർത്ഥിക്കും, ഓരോ ഗവേഷകനും, ഓരോ മാധ്യമപ്രവർത്തകനും നേരിടേണ്ടി വരികയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭീകരത, ജാതിയെക്കുറിച്ചുള്ള മൗനവും ദമനവും, അതിനെ മാറ്റിക്കൊണ്ട് ജാതി ചരിത്ര യാഥാർത്ഥ്യമാണ്, അതിനെ അഡ്രസ് ചെയ്തേ തീരൂ, അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. പിന്നെ യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിൽ ആരംഭിച്ച പ്രക്രിയ എന്ന് പറയുന്നത് സമുദായവൽക്കരണമാണ്. ഈ ജാതികളിൽ നിന്ന് സ്വതന്ത്ര സമുദായങ്ങളായി മാറുക. വൈക്കം മാധവനടക്കം, ഈ മാധവനടക്കം സ്വതന്ത്ര സമുദായം നമുക്കറിയാം. അതുപോലെ തന്നെ ഗുരുവിന്റെ സമുദായം എന്ന് പറയുന്ന ആശയം ബുദ്ധന്റെ സമുദായവാദത്തിൽ അടിയുറച്ചതാണ്, സാഹോദര്യം മൈത്രിയിൽ നിന്നും. അതുപോലെ തന്നെ സമുദായവാദം എന്ന് പറയുന്ന പ്രതീത്യ സമുത്പാദവാദത്തിൽ നിന്നാണ് സമുദായം എന്ന ആശയം തന്നെ വരുന്നത്. അപ്പൊ ഒന്നിച്ചുയർക്കുക എന്ന് പറയുന്ന സംഘം എന്നുള്ള ആശയത്തിൽ നിന്നാണ് അത് വരുന്നത്. അത് ഹിന്ദുത്വത്തിന് അപ്പുറത്തേക്ക് മനുഷ്യ സമുദായത്തെ വികസിപ്പിക്കാനുള്ള ഒരു മാതൃകയായിരുന്നു, സാധ്യതയായിരുന്നു. അതിനെ അടച്ചു കളഞ്ഞു. ഗുരു തന്നെ പറഞ്ഞതുപോലെ 18-ൽ തന്നെ സംഘത്തെ വിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ജാത്യാഭിമാനം കൂടി വരികയാണ്. അപ്പൊ അതിന് പകരം മാനവികതയിലും ഈ പറയുന്ന മതേതര ചിന്തയിലും സഹിഷ്ണുതയിലും ജനായത്വത്തിലും പ്രാതിനിധ്യവാദത്തിലും ഒക്കെ നാം കൂടുതൽ അഭിമാനം കൊണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നവോത്ഥാനത്തിന്റെ ഇടർച്ചകളും പതർച്ചകളും തിരുത്തിക്കൊണ്ട് ഈ പറയുന്ന സ്വതന്ത്ര സമുദായങ്ങളായി മാനവ സമുദായമായി ഉയർക്കാനുള്ള സമുദായമായി ഉയർത്തുന്ന ആ സമുദായ ഭാവനയിലേക്ക് ജാതികളിൽ സ്വതന്ത്രം, ഇപ്പോ മാനവധർമ്മം കൂട്ടായ്മ അവര് നിരവധി റെപ്രസെന്റേഷൻസ് കൊടുത്തു കഴിഞ്ഞു. ജാതികൾ എന്ന് വിളിക്കരുത്, ഇവിടുത്തെ പട്ടികജാതികളെയും പിന്നാക്ക വിഭാഗങ്ങളെയും ജാതികൾ എന്ന് വിളിക്കരുത്. കാരണം ഞങ്ങൾ ഹിന്ദുത്വത്തിലെ ജാതിയല്ല. ഗുരു തന്നെ 1910 പ്രഖ്യാപിച്ചതാണ്, ഈഴവരടക്കമുള്ളവർ കേരളത്തിലെ അടിസ്ഥാന ജനതയാണ്, ജാതിയല്ല എന്ന കാര്യം പ്രഖ്യാപിച്ചു. കാരണം ഈഴം എന്ന് പറയുന്നത് സംഘം എന്നേ അർത്ഥമുള്ളൂ, തമിഴ് വാക്കാണ്. ഇഴചേർന്നത് ഈഴം, ഇഴുകിച്ചേർന്നത്, ഇഴപ്പെരുക്കമുള്ളത്, ചേരുന്നത്, മൈത്രി ബോധമുള്ളത്, അതാണ് സംഘം എന്നുള്ളതിന്റെ തമിഴ് വാക്കാണ്. അത്രേ അർത്ഥമുള്ളൂ. അപ്പൊ ആ രീതിയിൽ സമുദായവൽക്കരണത്തിന് ജാതികളിൽ നിന്ന് സ്വതന്ത്ര സമുദായങ്ങളായിട്ട് ആ സമുദായങ്ങൾക്ക് പ്രാതിനിധ്യവും വേണം. സമുദായങ്ങൾക്ക് വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾ എന്ന നിലയിൽ ശ്രേണീകൃത അസമത്വത്തിന്റെ ഈ ചരിത്രമുള്ള ഈ നാട്ടിൽ ആ സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം വേണം. അപ്പൊ സമുദായ പ്രാതിനിധ്യവാദത്തെ
അതിനെ വീണ്ടെടുത്തുകൊണ്ട് ഊന്നേണ്ടുന്ന തെറ്റുകൾ തിരുത്തിക്കൊണ്ട് തന്നെ ഈ ജാതി എന്നുള്ള വാക്ക് ഇതെല്ലാം സവർണരിടുന്നതാണ്. ഇപ്പോ ബാക്ക്വേർഡ് ഫോർവേഡ് എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു അംബേദ്കറുടെ വാക്കല്ല, അംബേദ്കർ കമ്മ്യൂണിറ്റി എന്ന് തന്നെയാണ് പ്രയോഗിച്ചത്. 1930 മുതൽ അംബേദ്കർ പ്രയോഗിക്കുന്നത് ഡ്യൂ ആൻഡ് ആഡിക്വേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് എന്നാണ് പ്രയോഗിക്കുന്നത്. അപ്പൊ ഈ ബാക്ക്വേർഡ് ഫോർവേഡ് എന്നൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാക്കും. എന്താണ് നമ്മൾ വിശദീകരിക്കണം? ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യം ഇല്ലാത്തവർ, ഫോർവേഡ് എന്ന് പറഞ്ഞാൽ അമിത പ്രാതിനിധ്യം ഉള്ളവർ എന്നൊക്കെ വിശദീകരിച്ചാലേ ജനങ്ങൾക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞതുപോലെയാണ് ഇത് ആരുടെയും ഔദാര്യമല്ല, ഇത് ഓരോരുത്തരുടെയും ജന്മാവകാശമാണ്. രാഷ്ട്രീയ പ്രാതിനിധ്യ അവകാശമാണ്, മനുഷ്യനായി ജനിക്കുന്നതിലൂടെ ഉണ്ടാകുന്നതാണ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നടന്ന ഏറ്റവും വലിയ ചർച്ചയാണ് അംബേദ്കർക്ക് കരുത്തു പകർന്നത്. മുനിസ്വാമിയും നാഗപ്പയും 2 ഷെഡ്യൂൾ കാസ്റ്റ് മെമ്പേഴ്സ് ആണ് അന്ന് പറഞ്ഞത്, ഞങ്ങൾ ആരുമല്ല, ഞങ്ങൾ വളരെ ഈ പറഞ്ഞ പോലെ പിന്നോക്കമാണ്, പക്ഷെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരു മൂലധനങ്ങളുമില്ല, പക്ഷെ ഞങ്ങൾ മനുഷ്യരാണ്, മനുഷ്യരെന്ന തലത്തിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണം. അല്ലാതെ ഇത് ആരുടെയും ഔദാര്യമോ ഇത് സംവരണം എന്ന് പറയുന്ന ആരെങ്കിലും സവർണർ കൊടുക്കുന്ന നക്കാപ്പിച്ചോ അല്ല, മറിച്ച് അവന്റെ ജന്മാവകാശമാണ്. മനുഷ്യരായി ഇവിടെ ഈ നാട്ടിൽ പിറക്കുക എന്ന അവസ്ഥയിൽ നമുക്കുള്ള ജന്മാവകാശമാണ്. അതിനെ അംഗീകരിച്ചാൽ മാത്രം മതി. ആ തുല്യാവകാശത്തെ സവർണൻ അംഗീകരിച്ചാൽ മതി. അവന്റെ അമിത പ്രാതിനിധ്യത്തെ ഇല്ലായ്മ ചെയ്താൽ മതി. അവൻ അമിതമായി കവർന്നെടുത്ത് പിടിച്ചു വെച്ചിരിക്കുന്ന കുത്തക ഇല്ലാതാക്കിയാൽ മാത്രം മതി. അല്ലാതെ അവൻ തരുന്നതല്ല ഇത്, അവന്റെ നക്കാപ്പിച്ചല്ല ഇത്. അപ്പൊ ആ രീതിയിൽ സ്വതന്ത്ര സമുദായങ്ങളായി ജനായത്ത സമൂഹത്തിൽ പ്രാതിനിധ്യം അവകാശപ്പെടുന്ന, ജനായത്തെ ശക്തിപ്പെടുത്തുന്ന സ്വതന്ത്ര മനുഷ്യ സമുദായങ്ങളായി നാം ഉദിക്കുക, സമുദായത്തിലേക്ക് നാം നീങ്ങുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ബുദ്ധനിൽ ആരംഭിക്കുന്ന. അംബേദ്കർ പറഞ്ഞു, ഇതിന്റെ അടിത്തറ ഈ പറയുന്ന ആധുനിക ജനായത്ത മൂല്യങ്ങൾ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇത് യഥാർത്ഥത്തിൽ ബുദ്ധനിൽ നിന്ന്, എന്റെ മാസ്റ്റർ ആയിട്ടുള്ള ബുദ്ധനിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ സംഘ നിയമാവലിയിൽ നിന്നാണ്, ഗണ നിയമാവലിയിൽ നിന്നാണ് ഞാൻ വികസിപ്പിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രബുദ്ധമായ ബഹുജന പാരമ്പര്യത്തെ നാം ആധുനിക ജനായത്വവുമായി സംയോജിപ്പിച്ചുകൊണ്ട് വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇതിന് ഉള്ള ഒരു പ്രതിവിധി, ഒരു അവസരമാണ് ഈ പൊതു തെരഞ്ഞെടുപ്പ് നമുക്ക് തരുന്നത് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ശരിക്കും ഇതൊരു സാമൂഹ്യ നീതിയുടെ പ്രശ്നമാണ്. ആ സാമൂഹ്യ നീതി എന്ന് പറയുന്നത് രാഷ്ട്രീയ അവകാശവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലാതെ വെറുതെയുള്ള ഔദാര്യത്തിന്റെ പ്രശ്നമല്ല യഥാർത്ഥത്തിൽ സംവരണവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് ജാതി സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ അർഹിക്കുന്ന ഒരു രാഷ്ട്രീയ അവകാശമാണ് എന്ന് തന്നെയാണ് നമ്മൾക്ക് പറയാനുള്ളത്.